ശ്രദ്ധിക്കുക. ഒരു സംഭവം സ്വഹീഹ് മുസ്ലിം. നേരം വൈകിയോ? എന്നാ ഒന്ന് ചൊല്ലിക്കോളൂ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹബീബായ നബിയുടെ കാലത്ത് ജാബിർ ഇബ്നു അബ്ദില്ലാഹ് ഖാല ലദഗത റജുലൻ മിന്നാ ഖറബുൻ. ഒരാളെ തേള് കടിച്ചു. തേള് മരുഭൂമിയിൽ വലിയ നമ്മൾ ആ പറഞ്ഞ സംഭവം അല്ലട്ടോ, ഇത് വേറെ സംഭവമാണ്. ഒരാളെ തേള് കടിച്ചു. അങ്ങനെ തേള് മരുഭൂമിയിൽ പാമ്പിനെ പോലെ വിഷമുണ്ട് തേളിന്. അങ്ങനെ ആ പ്രശ്നമായി. ഞങ്ങൾ ഹബീബായ നബിയോട് കൂടെ ഇരിക്കുകയായിരുന്നു. ഫഖാല റജുലുൻ, അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അർഖി, ഞാനാ പിന്നെ ആൾക്ക് മന്ത്രിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ വിഷയം നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് ഹബീബ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് മുഖറബായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പനി പിടിച്ചപ്പോൾ വന്നിട്ട് പറഞ്ഞു, കൈ എടുത്തിട്ട് തലക്ക് മുകളിൽ വെക്കാൻ. എന്നിട്ട് ഹശർ സൂറത്തിന്റെ അവസാന ഭാഗം ഓതാൻ. ഏതാ ഹശർ സൂറത്തിന്റെ അവസാന ഭാഗം? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് وتلك الأمثال نضربها للناس لعلهم يتفكرون هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر والله الخالق البارئ المصور له الأسماء الحسنى وهو العزيز الحكيم. ഒരാൾക്ക് ഒരു രോഗം ഒരു വേദന തുടങ്ങിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാളെ കൈയെടുത്തിട്ട് ആ വേദന എല്ലാം എടുത്ത് വെക്കുക. നിങ്ങൾ ചിന്തിക്കണം, ഇതൊക്കെ ഖുർആന്റെ ഹദീസിന്റെ മരുന്നാണ്. ഹബീബാ നബി പറയാ, ഒരാൾ വേദന എന്തെങ്കിലും എവിടെയെങ്കിലും വേദന തോന്നിയാൽ എന്ത് ചെയ്യുക? കൈയെടുത്തിട്ട് വേദന എടുത്ത് വെക്കുക. എന്നിട്ട് പറയാ ബിസ്മില്ലാഹ്. എന്താ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അറ്റാക്ക് ഉണ്ടാവാൻ നോക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരു ഫസ്റ്റ് എയ്ഡ് ഉടനെ തന്നെ ചെയ്യുക. ആശുപത്രിയിൽ എത്തിയതിനു മുമ്പ് മരിച്ചാൽ ഈമാൻ കിട്ടുമല്ലോ. അള്ളാഹു തൗഫീഖ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ചെയ്താൽ എന്തുണ്ടാവും? ഈമാൻ ഉണ്ടാവും. എന്തേ പറഞ്ഞത്? ഒരു വേദന ഞാൻ കൈയെടുത്തിട്ട് ഇങ്ങോട്ട് പറയും, ഇവിടെ വേദന തോന്നിയപ്പോ ഇവിടെ കൈ വെക്കുക. എന്നിട്ട് പറയാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം أعوذ بعزة الله وقدرته من شر ما أجد وأحاذر أعوذ بعزة الله وقدرته من شر ما أجد وأحاذر. എല്ലാവരും കാണാൻ പഠിക്കണം. അറ്റാക്ക് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉടനെ ഫസ്റ്റ് എയ്ഡ് ഉടനെ. വളരെ മഷൂറായ ഹദീസാണത്. എല്ലായിടത്തും ഇത് രേഖപ്പെടുത്താത്ത കിതാബില്ല. എല്ലാവരും എഴുതി വെക്കണം, എല്ലാവരും പഠിക്കണം ഈ ഹദീസ്. ഒരു ഫസ്റ്റ് എയ്ഡ് എല്ലാത്തിനും റസൂൽ തന്നെ പരിഹാരം പറഞ്ഞിട്ടുണ്ട്. ഒരു ശിർക്കിലേക്കോ ഒരു മഠത്തിലേക്കോ ഒരു വേണ്ടാത്തടത്തൊക്കെ പോകേണ്ട ആവശ്യം മുസ്ലിമീങ്ങൾക്കില്ല. ഉള്ളത് നിഷേധിക്കാനും പാടില്ല. ഉള്ളത് നിഷേധിക്കൊണ്ടും കുറെ ആളുകൾ രംഗത്തിറങ്ങിയിട്ടുണ്ടാവും. തെറ്റാണ്. ഒന്ന് എന്ത് ചെയ്യാ? ബിസ്മില്ല. 3 പ്രാവശ്യം പറയും ചെയ്യാം. ബിസ്മില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ. അബൂദാവൂദ് ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർക്കന്റെ മഷ്ഹൂറാണ്, ലോക പ്രശസ്ത. ഈ കിതാബിൽ ഒരുപാട് സ്ഥലത്ത് ഈ സംഭവം പറയുന്നുണ്ട്. എവിടെ വേദന ഒന്നിയാലും എടുക്കും പായണ്ട, അതാണ് ചെയ്തൊക്കെ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ. അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ. أعوذ بعزة الله وقدرته من شر ما أجد وأحاذر. ഓരോ പ്രാവശ്യം എന്ത് വേണം? ഓരോ പ്രാവശ്യം ബിസ്മില്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ. അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി من شر ما أجد وأحاذر. أعوذ بعزة الله وقدرته من شر ما أجد وأحاذر. ഞാൻ അർത്ഥം പറഞ്ഞുതരാം, എളുപ്പം ഉണ്ടാവും. ഒന്നുകൂടി മനസ്സിലാക്കാം. ഒരു അർത്ഥം പറഞ്ഞിട്ട് 3 വട്ടം കൂടി പറഞ്ഞാൽ മതി. അഊദു ഞാൻ കാവലിനെ ചോദിക്കുന്നു. ബിഇസ്സത്തില്ലാഹി അല്ലാഹുവിന്റെ പരമയോഗ്യതയോടും വഖുദ്റതിഹി അവന്റെ പരമമായ കഴിവിനോടും ഞാൻ കാവലിനെ ചോദിക്കുന്നു.
എന്തിനെ തൊട്ട്? മിൻ ശർരി മാ അജിദു, എനിക്കെത്തിയതായ ഈ ആപത്തിനെ തൊട്ട്, വ ഉഹാദിറു, ഞാൻ ഭയപ്പെടുന്നതുമായ, എനിക്കെത്തിയതും ഞാൻ ഭയപ്പെടുന്നതുമായ ഈ വിപത്തിനെ തൊട്ട് അള്ളാന്റെ ഇസ്സത്ത് ഖുദ്റത്തിനോട് ഞാൻ കാവലിനെ ചോദിക്കുകയാണ്. സുഖമുള്ള കാര്യം, ഏറ്റവും എപ്പോഴുള്ള ഒരു മരുന്നാണ്, വേറൊന്നും വേണ്ട, അതെപ്പോഴും. ബാക്കി പിന്നെ ആശുപത്രി കൊണ്ടേക്കോളൂ, ആശുപത്രി കൊണ്ടുപോകാൻ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഇത് മറക്കണ്ട, ആശുപത്രി ഉണ്ട്, ഇത് ഒഴിവാക്കണ്ട. എല്ലാവരും മനസ്സിലാവണ്ടേ പറഞ്ഞത്? ഒന്ന് പറയും മൂന്നോട്ടം. അഊദു ബിഇസ്സത്തില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിറു. അഊദു ബിഇസ്സത്തില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിറു. ഓരോ പ്രാവശ്യം ബിസ്മി, ഭയങ്കര തബറുക്ക. ഓരോ പ്രാവശ്യം ബിസ്മില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഊദു ബിഇസ്സത്തില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിറു. അഊദു ബിഇസ്സത്തില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിറു. ഒന്നും കൂടെ. അഊദു ബിഇസ്സത്തില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിറു. ഒന്നും കൂടെ. അഊദു ബിഇസ്സത്തില്ലാഹി വ ഖുദ്റതിഹി അജിദു വ ഉഹാദിറു. അഊദു ബിഇസ്സത്തില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിറു. ാർത്ഥം അഊദു, ഞാൻ കാവലിനെ ചോദിക്കുന്നു, ബിഇസ്സത്തില്ലാഹി, അള്ളാന്റെ പരമമായ യോഗ്യതയോട്. അവനാണ് ഏറ്റവും യോഗ്യമുള്ളവൻ, അവന്റെ യോഗ്യതയുള്ളവൻ, അവന്റെ യോഗ്യതയോടും, വ ഖുദ്റതിഹി, അവന്റെ പരമമായ കഴിവിനോടും ഞാൻ കാവലിനെ ചോദിക്കുന്നു. മിൻ ശർരി മാ അജിദു, എനിക്ക് എത്തിയതായ ഈ ആപത്തിനെ തൊട്ട്, വ ഉഹാദിറു, ഞാൻ ഭയപ്പെടുന്നതുമായ, എനിക്കെത്തിയതും ഞാൻ ഭയപ്പെടുന്നതുമായ ഈ ആപത്തിനെ തൊട്ട് അള്ളാന്റെ ഇസ്സത്ത് ഖുദ്റത്തിനോട്, ഒരു ശിർക്കിനോടും അല്ല ഞാൻ കാവലിനെ ചോദിക്കുന്നത്, അള്ളാന്റെ ഇസ്സത്ത് ഖുദ്റത്തിനോടാണ് എന്ന് പറയാ. സുന്നത്താണ്. 3 വട്ടം ഇങ്ങനെ പിടിച്ചാൽ പറയാ. ആശുപത്രി കൊണ്ടേക്കോളൂ, പക്ഷെ ഇത് മറക്കണ്ട. ജീവൻ മരിച്ചു പോയാൽ തന്നെ എന്തുണ്ടാവും? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം, എനിക്ക് വേദന നൽകി, അപ്പൊ എന്താണ് ചൊല്ലി? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഊദു ബിഇസ്സത്തില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിറു. ഞാൻ പറഞ്ഞിട്ട് പിന്നെ പോയിക്കോട്ടെ, എന്ത് പ്രശ്നമാണ്? മരിക്കണ്ടേ. അല്ലാഹു തആല അവന് ശമനം നൽകും, അല്ലെങ്കിൽ മരണത്തിൽ ഈമാൻ നൽകും. എന്താണെങ്കിലും അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനയാണ്. ഒരുപാട് സ്ഥലത്ത് ഈ ഫത്വാന്റെ പുസ്തകത്തിൽ വരെ, സൗദി ഫത്വാന്റെ പുസ്തകത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കാര്യം പറയുന്നുണ്ട്. അള്ളാഹ് തന്നെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ നീ അഭയം തേടിക്കോ, അല്ലാതെ നാശങ്ങളിലേക്ക് പോകരുത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഖുർആന് ഹദീസിന്റെ ദിക്ർ അതില്ലാന്ന് പറയുന്ന മനുഷ്യന്മാര്, അതില്ലാന്ന് പറഞ്ഞത് വലിയ ഭീമമായ അബദ്ധമായി പോയിട്ടുണ്ട്. അത് ചില ആളുകളില്ല, അതിന്റെ പേര് ജനങ്ങൾ തട്ടിപ്പണത്തിലുണ്ടാവാം. തട്ടിപ്പേര് കാര്യത്തിലാ ഇല്ലാത്തത്. തട്ടിപ്പിട്ട പോക്കറ്റിൽ പൈസ തട്ടിപ്പില്ലേ ഈ കാര്യത്തില്? നിങ്ങളൊരു സ്ഥലത്തിൽ പൈസ കൊടുത്ത് നോക്കൂ. ഒന്ന് ആദ്യം ഇങ്ങനെ നോക്കും, പിന്നെ ഒന്ന് ഇങ്ങനെ നോക്കും, പിന്നെ വെളിച്ചത്ത് നോക്കിയിട്ട് ഇങ്ങനെ നോക്കും. എന്തേ? നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കമ്പാർട്ട്മെന്റ് റെയിൽവേ സ്റ്റേഷനിൽ നേരെ ട്രാക്കിൽ വണ്ടി വന്ന് നിൽക്കുന്ന നേരത്തേക്ക് നിങ്ങൾ 500 നോട്ട് ടിക്കറ്റ്, കാസർഗോഡ് ഒരു ടിക്കറ്റ് എടുക്കാൻ പോകുന്ന, പ്രത്യേകിച്ച് പെണ്ണുങ്ങളാണ് കൗണ്ടറെങ്കിൽ പറയും വേണ്ട, അവർക്ക് ഒന്നും കൂടി പേടി കൂടും, സാധുക്കളല്ലേ. അപ്പൊ പിന്നെയും ഒന്ന് തിരിച്ചും മറിച്ചും 10 വട്ടം നോക്കുമ്പോഴത്തിന് വണ്ടി പോയി കിട്ടും. എന്തേ? അതുകൊണ്ട് ഇനി നോട്ട് വേണ്ടാന്നോ? അല്ല, എന്നാ ഞാൻ തീരുമാനിക്കാൻ, ഇനി ഇന്ന് മുതൽ ഇത്രയൊക്കെ ബുദ്ധിമുട്ട്, കള്ളനോട്ടൊക്കെ ഇറങ്ങിയതുകൊണ്ട് ഇനി നോട്ട് വേണ്ട, ഓരോരുത്തരും തേങ്ങ വാങ്ങിയിട്ട് അടക്ക കൊടുക്കുക. അടക്കം. ഇത് പൊട്ടത്തരല്ലേ മനുഷ്യന്മാർ? കുറച്ച് ബുദ്ധിജീവികൾ ഇറങ്ങി കോഴിക്കോട്ട്. എവിടെ ഇവര്? എന്ത് വിട്ടിജീവിയാണ് ഈ? കള്ളത്തരം ഒരു കാര്യത്തിൽ നടക്കേണ്ടെന്ന് നന്മല്ലാതെ എന്താ പറയുന്നത്? പൊട്ടത്തരം വിളിച്ചു പറയാ. നന്മല്ലോടത്ത് മുഴുവനും ഇങ്ങോട്ട് പറയും മനുഷ്യന്മാർ. നന്മല്ലോടത്തെല്ലാം തിന്മ ഉണ്ടാവുന്നുള്ള ഉറപ്പല്ലേ? രാവുണ്ടെങ്കിൽ ഉണ്ടാവണല്ലോ, ഉറപ്പല്ലേ ആ കാര്യം? അങ്ങനെ തന്നെയല്ലേ ആ കാര്യം? അത് ചിന്തിക്ക്. കള്ളനാണയം ഇറങ്ങിയിട്ടില്ലേ? കുറെ ആളുകൾ പലതും നടക്കുന്നത് നന്മ പൂട്ട. എന്ത് വിട്ടിത്തര മനുഷ്യന്മാരെ ഈ വിളിച്ച് പറയുന്നത്? അതൊക്കെ ആളെ കിട്ടാൻ വേണ്ടി പാർട്ടി ഉണ്ടാക്കിയവർ മാത്രമാണ്. അല്ലാതെ ഈമാനും അവരുമായി ബന്ധമുണ്ട് എന്നത് വെള്ളിയുടെ ബന്ധമാണ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. ഇത് ദീനാണ്. ചിന്തിക്കണം. അപ്പൊ ഒറ്റവട്ടം കൂടി, 3 വട്ടം കൂടി പറയാം, എന്നിട്ട് അവിടെ നിന്ന് പോകാം. അപ്പൊ ഇതിനൊക്കെ ഖുർആൻ ചിന്തിക്കാൻ വേണ്ടിയല്ലേ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു ചിന്തിപ്പിക്കാൻ ഒക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെയും വഴിയുണ്ട്, ഒരുപാട് വഴിയുണ്ട് ദീനിൽ, ഒരുപാട് വഴിയുണ്ട് ദീനിൽ. ഒരു വഴിയെ നിരാകരിക്കണ്ട.
അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ. ഒന്നും കൂടെ. അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ. അവ മറക്കരുത്. ജാബിർ പറയുന്നു റളിയല്ലാഹു അൻഹു, പാത്തേള് കടിച്ച ആള് മരിക്കാനാവുന്ന സമയം വിഷമായപ്പോൾ ഒരാൾ ചോദിച്ചു നബിയോട്, നബിയെ അർഖി, ഞാൻ അയാൾക്ക് മന്ത്രിക്കട്ടെ. ഫഖാല മനിസ്തതാ മിൻകും യൻഫഅ അഖാഹു ഫൽയഫഅൽ. സഹോദരന്മാർക്ക് ഉപകാരം ചെയ്യാൻ കഴിയുന്നവരൊക്കെ ചെയ്തു കൊടുത്തോളൂ എന്ന് പറഞ്ഞു. എന്നാൽ മന്ത്രത്തെ നിഷേധിച്ചിട്ടുണ്ട്. അത് ഏത് മന്ത്ര? ഷിർക്കിന്റെ മന്ത്രമാണ്. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? ലാത്ത ഉസ്സ മനാത്തയെ കൊണ്ടൊക്കെയുള്ള ഷിർക്കിന്റെ മന്ത്രങ്ങൾ ആ കാലത്തുണ്ടായിരുന്നല്ലോ, അതിനെയൊക്കെ എതിർത്തിട്ടുണ്ട്. എന്നാൽ ഖുർആനിന്റെ കാര്യമാണ് ഈ പറഞ്ഞ. ഇത് സ്വഹീഹ് മുസ്ലിം. ഒരു ഹദീസിന്റെ വഴിപ്പുറത്ത് കാണുമ്പോഴത്തിന് അതാണ് മൊത്തം ഹദീസ് മനസ്സിലാക്കണ്ട, എന്നിട്ട് അപ്പുറത്തെ ഹദീസ് നോക്കണം, എന്നിട്ട് എന്താണ് ഈ പറഞ്ഞതെന്ന് മനസ്സിലാക്കണം. കാര്യങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ബോധ്യപ്പെട്ട് മനസ്സിലാക്കൽ വിശ്വാസികളുടെ കടമയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്തിനെ ഖാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഫിർ റുഖയതി വയൻഫസു അലൽ മരീളി. മന്ത്രിച്ചിട്ട് രോഗിയുടെ മേൽ ഊതൽ റസൂലുള്ളാഹിന്റെ പതിവായിരുന്നു. ഇബ്നു മാജ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാളെ ഊത്തിൽ അയാളുടെ രോഗാണുക്കൾ ഉണ്ടാവും. നീ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് നീ മതത്തിൽ കമ്മ്യൂണിസം പറഞ്ഞുണ്ടാക്കല്ലേ മനുഷ്യ? അതൊക്കെ നോക്കി, അതാ കാര്യം. ഇതൊക്കെ നടക്കുന്ന കാര്യ. നിന്റെ ബുദ്ധിയാണോ മതമെന്ന് പറയുന്നത്? ബുദ്ധിയാണെങ്കിൽ സുബൈക്ക് 4 റക്അത്തും ളുഹറിന് 2 റക്അത്തും നല്ലത് മനുഷ്യന്റെ ബുദ്ധിയിൽ. കാരണം സുബൈക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്, ളുഹറിന് തീരെ അരമണിക്കൂർ കൊണ്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങണം, മൂക്കിൽ വെള്ളം ചീറ്റണം, എന്നിട്ട് ഒന്നും എടുക്കണം, അതിൻ്റെ ഇടയ്ക്ക് അട്ടിപ്പാത്രം കച്ചവടക്കാരൻ്റെ ഓഫീസർ എല്ലാവർക്കും നേരെ ആകെ 3/4 മണിക്കൂർ. ഒന്ന് വയറ്റിക്ക് വല്ലതും കയറി കഴിഞ്ഞാൽ പാലക്കാട്ടുകാർ നമുക്കൊരു പാഠം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, കുറച്ചേരം ഒന്ന് നിറഞ്ഞൊരു ലേശെങ്കിലും നേരം ഒന്ന് കിടക്കണം. ആകെ ഉള്ളത് 3/4 മണിക്കൂർ. അതിൻ്റെ ഇടയിൽ എന്തും വേണമെന്നറിയോ? മുന്നിലും പിന്നിലും സുന്നത്തും ഫർള് 4. മറ്റേത് പിന്നിൽ തീരെ സുന്നത്തേല്ല, മുന്നില് 2 റക്അത്ത്, എന്നിട്ട് ഫർളും 2 റക്അത്ത്. 5 മണിക്ക് എണീറ്റാ 10 മണിക്കാ ഓഫീസ് തുടങ്ങാം. 5 മണിക്കൂർ പന്തളിക്കാൻ നേരം. മനസ്സിലായില്ല? ഇഷ്ടം പോലെ. എന്നിട്ട് എന്തേ? അപ്പൊ മനുഷ്യന്റെ ബുദ്ധിയിൽ നല്ലത് സുബഹിക്ക് 4 റക്അത്തും ളുഹറിന് 2 റക്അത്ത്. എന്റെ ബുദ്ധിയല്ല ഇവിടെ നടക്കണം, അള്ളാഹുവിന്റെ തീരുമാനമാണ്. അല്ല എന്റെ എങ്ങനെ പറഞ്ഞാൽ ഞാനും നീ നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് അള്ളാഹിന്റെ തീരുമാനം, അങ്ങനെയാണ്. അപ്പൊ ആ തീരുമാനത്തിന് വിടാ. നമ്മൾ അബ്ദാൻ. അള്ളാഹു തന്നെ പറഞ്ഞത് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. അള്ളാഹിന്റെ ഏറ്റവും വലിയ മഹാനായ മുഹമ്മദ് നബിയെ വരെ പറഞ്ഞത് അബ്ദ് എന്നാണ്. അപ്പൊ ഈമാനുള്ള മനുഷ്യൻ ചിന്തിക്കണം. ഹബീബ് റസൂലുള്ളാഹി മന്ത്രിച്ചു ചോദിയിരുന്നു. മുസ്തഫ നബിയുടെ പതിവായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹ് മുസ്ലിമിൽ പറയുന്നു, അജ്മഉ അലാ ജവാസിൻ നഫതി ഫിർ റുഖയ. മന്ത്രി ഊതൽ നല്ല കാര്യമാണെന്ന കാര്യത്തിൽ അജ്മഅൽ ഉമ്മ, അജ്മഅത്തിൽ ഉമ്മ, ലോകത്തെ മുസ്ലിം പണ്ഡിതന്മാർ ഏകോപിച്ച കാര്യമാവുന്നു. ശറഹ് മുസ്ലിമിന്റെ വകയല്ല, ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാ ശറഹ് മുസ്ലിം. മന്ത്രി ചൂടാമെന്ന കാര്യത്തിൽ, മന്ത്രത്തിന്റെ കാര്യത്തിൽ അജ്മാഅത്തിൽ ഉമ്മ ഇജ്മാൻ. ഇജ്മാഇനെ നിഷേധിക്കൽ ഭീമമായ തെറ്റാണ്, ഹറാമാണ്. ഇജ്മാഇനെ ഇസ്തിഗ്ഫാഫ് ചെയ്താൽ അത് കുഫർ വരെ സംഭവിക്കാൻ കാരണമാകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കണം. അജ്മാഅത്തിൽ ഉമ്മ. അപ്പോൾ പിന്നെ ഒരു ചോദ്യം, ഖുൽ ബിറബ്ബിൽ ഫലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. കെട്ടുകളിൽ കെട്ടുകളിൽ ഊരുന്നവരെ വിമർശിച്ചുകൊണ്ട് ആയത്തിറങ്ങിയിട്ടുണ്ടല്ലോ. അതിനാദ്യം മറുപടി പറയുന്നതിന് മുമ്പ് നിന്നോട് നീ ചിന്തിക്കേണ്ടത്, ഈ ആയത്തിറങ്ങിയ തന്നെ മന്ത്രിക്കാൻ വേണ്ടിയാ. ഈ ആയത്ത് ഓതിയിട്ട്, ഈ 11 ആയത്ത് ഓതിയിട്ട് മനസ്സിലാക്കണം. ഈ 11 ആയത്ത് ഓതിയിട്ട് മുഖറബായ ജിബ്രീൽ രോഗിയായ റസൂലുള്ളാഹിനെ മന്ത്രിച്ചു. മന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 സൂറത്ത് ഇറങ്ങിയത്. ഖുർആനിൽ 2 സൂറത്ത് കൂടെ ഇറങ്ങിയ വേറെ സൂറത്ത് ഇല്ല. ആകെ ഈ 2 സൂറത്താ. ഒന്ന് ഫലക്കും, ഒന്ന് നാസ്. അതിന് സംഘനാമുണ്ട്. മനസ്സിലായില്ല? സംഘനാമുണ്ട്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? അതിനെന്ത് ഉണ്ട്? അതിന് തന്നെ എന്താ ഈ പറയുന്നത്?
എന്താ പറയുന്നതെന്നൊന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. നീ എന്താ ഈ പറയുന്ന? എനിക്ക് ബോധം വേണം. കെട്ടുകളിലൂടെ വരെ പറ്റി വിമർശിച്ചുകൊണ്ട് ആയത്തുണ്ടല്ലോ. ഈ ആയത്തിറങ്ങിയത് തന്നെ ഊതാൻ വേണ്ടിയാ. അപ്പോൾ പിന്നെ ആ ഊത്തേതാ? അത് ശിർക്കിന്റെ ഊത്താവുന്നു. അത് ലബീദ് ഇബ്നു അസം എന്ന ജൂതനായ കള്ളൻ ലഅനത്തുല്ലാഹി അലൈഹി ഹബീബായ റസൂലുള്ളാഹിക്കെതിരിൽ സിഹർ ചെയ്തതിനെ ബാത്തിലാക്കി മന്ത്രിക്കാൻ വേണ്ടിയാണ് 11 ആയത്തിറങ്ങിയത്. 11 കെട്ടുകൾ വെച്ചിരുന്നു. ഇതിലടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. 11 കെട്ടിട്ടിരുന്നു. ഈത്തപ്പനയുടെ ഒരു കൊലയിൽ 11 കെട്ടിട്ടിട്ട് അങ്ങനെയാണ് ബനൂ സുറൈഖ് കബീലക്കാരുടെ കുളത്തിന്റെ അടിയിലുള്ള ഒരു കല്ലിന്റെ ചോട്ടിൽ കൊണ്ടുപോയി റസൂലുള്ളാഹിക്കെതിരെ മാരണം ചെയ്തു. അതിനെ ബാത്തിലാക്കാൻ വേണ്ടിയാണ്. 11 കെട്ടായിരുന്നു. അതിനെ ബാത്തിലാക്കാൻ വേണ്ടിയാണ് 11 ആയത്ത്. ഫലഖിൽ 5 നാസിൽ 6. നിങ്ങൾക്ക് മനസ്സിലാണ്ട് പറഞ്ഞത്? അവൻ ശിർക്കിന്റെ ജപങ്ങൾ ചെയ്ത് കെട്ടി സിഹർ ചെയ്തു റസൂലുള്ളാഹിക്കെതിരെ. അതിനെ ബാത്തിലാക്കാൻ ഖുർആൻ ഇറക്കിയ മന്ത്രമാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്. ഒരു കാര്യം പറയുമ്പോൾ അത് ചിന്തിക്കണം. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് തഫ്സീറുൽ കബീറിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നൻ നഫത ഫിൽ ഉഖദി, കെട്ടുകളിൽ ഊതുക എന്ന് പറഞ്ഞത് ഇന്നമാ യകൂനു മദ്മൂമൻ, അത് വിമർശിക്കപ്പെടുന്നതായത് ആകുന്നത് ഇദാ കാന സിഹ്റൻ മുളിറൻ, അത് സിഹറിന്റെ ഊത്താണെങ്കിലാണ്. എന്നാൽ വഅമ്മാ ഇദാ കാന നഫതു ലിഇസ്ലാഹിൽ അബ്ദാനി വൽ അർവാഹി വജബ അല്ലാ യകൂന ഹറാമാ, നന്മക്ക് വേണ്ടി ഖുർആൻ ഹദീസ് കൊണ്ടുള്ള ഊത്ത് ഹറാമാവാതിരിക്കൽ നിർബന്ധമാണ്. അതൊരിക്കലും ഹറാമേ അല്ല. അതിനു വേണ്ടിയാണ് ഇതിറങ്ങിയത് എന്ന് തഫ്സീറുൽ കബീറിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നൻ നഫത ഫിൽ ഉഖദി ഇന്നമാ ഉരീദ ബിഹി സിഹ്റൽ മുളിറ ബിൽ അർവാഹി, അതാണ് പറഞ്ഞത്. സിഹറിന്റെ ഊത്താണ് പറഞ്ഞത്. വഹാദൻ നഫസു, നമ്മൾ ഊടുന്ന ഈ ഖുർആന്റെ ഊത്തോ അതിൽ ഇസ്ലാഹിൽ അബ്ദാനി, അത് ശരീര നന്മക്ക് വേണ്ടി ചെയ്യുന്നതാണ്, മുഅ്മിനിന്റെ നന്മക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഫലാ യുഖാസു മാ യൻഫഉ, ഉപകാരമുള്ളതിനെ താരതമ്യപ്പെടുത്തരുത്. ബിമാ യുളിറു, ഉപദ്രവത്തിന്റെ വസ്തുവിനോട്. ഇവിടെ താരതമ്യം പോലും ചെയ്യാൻ പാടില്ല. അത് ഭീമമായ തെറ്റാണെന്ന് ജാമിഅ അഹ്കാമിൽ ഖുർആനിൽ മഹാനായ ഇമാം ഖുർതുബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കണില്ല, ചിന്തിക്കണം. എല്ലാം കൂടെ അങ്ങനെ വിമർശിച്ചിട്ട് നമ്മൾ മാത്രം നല്ലോര് എന്ന് പറഞ്ഞ് നടക്കരുത്. വേറെ ഒരുപാട് സുല്ലന്നെ മന്ത്രിച്ചൂടിയ എത്ര സംഭവം. ഒരു സംഭവം പറയാ. അന്ന ഹുബൈബ് ബിൻ ഹബീബ് ബിൻ യസാബിൻ ഉസൈബ യൗമ ബദരിൻ, ഒരു പ്രഗൽഭനായ സ്വഹാബിക്ക് ബദർ ദിവസം വെട്ടുകൊണ്ടു. ബിളിർബത്തിൻ അലാ ആതിഖി, പെരടിയിലേക്ക് വെട്ട് കിട്ടി. നിങ്ങളിന്റെ കൂടെ അല്ലേ? ഒരു സ്വഹാബിക്ക് ബദർ യുദ്ധത്തിനിടയിൽ പെരടിയിൽ വെട്ടുകൊണ്ടു. ഹത്താ മാല ശിഖുഹു, ഒരു ഭാഗം ഇങ്ങോട്ട് തൂങ്ങി. മാല പറഞ്ഞാൽ ചെരിഞ്ഞു, തൂങ്ങി, ഇങ്ങനെ ചെരിഞ്ഞു ഒരു ഭാഗം. അദ്ദേഹത്തെ ഹബീബായ നബി യുദ്ധക്കളത്തിൽ നിന്ന് പെട്ടെന്ന് മടക്കി വിളിച്ചു. എന്നിട്ട് അത് മാറുന്നവരെ ഊതി. മനസ്സിലായില്ല? അദ്ദേഹത്തിന്റെ അത് മാറുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ചോദിച്ച് രോഗാണ് മാറ്റി കൊടുത്തു എന്ന് മുസന്നഫ് ഇബ്നു അബീ ശൈബ വാഖിഅത്ത് ബദർ എന്ന അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വേറെയും സംഭവമുണ്ട്. നോക്കൂ. ഗോത്രക്കാരിയായ പെണ്ണ് നബിയുടെ അരികിൽ വന്നു. ആ പെണ്ണിന്റെ ഒപ്പം ഒരു കുട്ടി ഉണ്ടായിരുന്നു. മിണ്ടൂല, കുട്ടി വർത്താനം പറയില്ല. അങ്ങനത്തെ രോഗം ഉണ്ടായിരുന്നു. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ഒരു പെണ്ണ് റസൂലുള്ളാഹിന്റെ അരികിൽ, ഖസ്അം ഗോത്രക്കാരിയായ പെണ്ണ് നബിയുടെ അരികിൽ വന്നു. എന്റെ കുട്ടിക്ക് വർത്താനം പറയാൻ കഴിയണില്ല നബി എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി ശ്രദ്ധിക്കണേ, കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കയ്യും വായയും കഴുകിയ വെള്ളം ആ കുട്ടിക്ക് കൊടുത്തു. തന്റെ കയ്യും വായും റസൂലുള്ള കഴുകി ആ വെള്ളം കുട്ടിക്ക് കൊടുത്തു. എന്നിട്ട് ആ വെള്ളം കുട്ടിക്ക് കുടിക്കാൻ കൽപ്പിച്ചു. പിന്നെ ആ കുട്ടിയിലാകെ അങ്ങനെ അതൊന്ന് തൊട്ട് തടവാനും റസൂലുള്ള പറഞ്ഞു.
ആ കുട്ടിക്ക് രോഗം മാറി. പിന്നെ ആ കുട്ടി വലിയ ബുദ്ധിമാനായി മാറുകയും വലിയ മാറ്റം ഉണ്ടാവുകയും ചെയ്തു എന്ന് ഇമാം ഇബ്നു അബീ ശൈബ, ഇമാം ബുഖാരി തങ്ങളുടെ ഉസ്താദാണ് ഇബ്നു അബീ ശൈബ, തന്റെ മുസന്നഫ് ഇബ്നു അബീ ശൈബ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശദീകരിക്കുന്നില്ല. അപ്പൊ ചുരുക്കത്തിൽ മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഖുർആനിന്റെയും ഹദീസിന്റെയും ചികിത്സ അത് അതിപ്രധാനമാണ്. ഖുർആന്റെയും ചികിത്സ ഇതിനൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ സ്പർശിച്ച ചില വസ്തുക്കൾ കൊടുത്ത് രോഗം മാറ്റി. അപ്പൊ സ്വാലിഹീങ്ങളായ ചില ആളുകൾ സ്പർശിച്ച വസ്തുക്കളെ കൊണ്ടും ഇത്തരം രോഗങ്ങളൊക്കെ മാറ്റാവുന്നതാണ്. ഇതൊക്കെ ഇന്ന് മനസ്സിലാക്കാം. ഇതൊക്കെ തെറ്റാണെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു മാതൃക ആര് കാണിക്കില്ല? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അവർ കാണിക്കില്ല. അതുകൊണ്ട് വളരെ ചിന്തിക്കണം, മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. അതേപോലെ തന്നെ ഖുർആൻ ഒരാൾ എഴുതിയിട്ട്, ഒരു ഖുർആനിന്റെ അക്ഷരങ്ങളോ വചനങ്ങളോ എഴുതിയിട്ട് ഒരാൾ തന്റെ തടിയിൽ സൂക്ഷിച്ചു, യാതൊരു തെറ്റില്ല. പക്ഷെ ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് രണ്ടഭിപ്രായമുണ്ട്. ശ്രദ്ധിക്കുക, എന്താണ് രണ്ടഭിപ്രായം? അത് മോശപ്പെട്ട സ്ഥലങ്ങളിലേക്ക് കയറുമ്പോൾ അത് എടുത്തുവെക്കേണ്ടി വരും, അഴിച്ചുവെക്കേണ്ടി വരും. ഒരു പ്രധാനപ്പെട്ട അഭിപ്രായമാണത്. മറക്കപ്പെട്ട രൂപത്തിലാണെങ്കിൽ എടുത്തു വെക്കേണ്ടതില്ല എന്നൊരു അഭിപ്രായവുമുണ്ട്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് രണ്ടഭിപ്രായമുണ്ട്. നമ്മൾ ഉറുക്ക്, ഐക്കല്ല്, മനസ്സിൽ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ? മൈക്കല്ലിനെ എതിർത്തിട്ടുണ്ട്. അതേതാ? ശിർക്കാണ് ഈ പറയുന്നത്. നിങ്ങൾ ചിന്തിക്ക്, തമാശ പറയല്ല, ഞാൻ ഒന്ന് പഠിക്കാൻ തയ്യാറായി, ഇത് തമാശയല്ല. വളരെ ചിന്തിക്കണം. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. നോക്കൂ നിങ്ങൾ. ഖാല മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ബഅസ ബിതഅലീഖിൽ കുതുബില്ലതി ഫിഹാ അസ്മാഉല്ലാഹി അലാ അനാഖിൽ മർളാ. രോഗികളായ ആളെ കഴുത്തിലേക്ക് ഖുർആനോ അള്ളാന്റെ നാമങ്ങളോ കെട്ടിക്കൊടുക്കുന്നതിൽ യാതൊരു വിരോധവും ഇല്ല. അത് കണ്ണേർ പറ്റാനൊക്കെ, വളരെ കണ്ണേറിന് രക്ഷപ്പെടാനൊക്കെ ഉള്ള വളരെ വലിയ മാർഗങ്ങളാവുന്നു എന്ന്. അത് കണ്ണേറൊക്കെ രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളാണ് ഖുർആന് കൊണ്ടുള്ള ചികിത്സ. കണ്ണേറാകട്ടെ, അൽ ഐനു ഹഖുൻ, കണ്ണേർ വളരെ വാസ്തവമാണ്. സ്വഹീഹ് മുസ്ലിം. കണ്ണേർ മനസ്സിലായില്ല? നിങ്ങളിന്റെ കൂടല്ലേ? കണ്ണേറിനുള്ള പരിഹാരം കരിങ്കണ്ണാ നോക്കാൻ അങ്ങനെ കറുത്തവര് തോക്കും പിടിച്ച് നിൽക്കുന്ന അടയാളല്ല. എന്താ? ഖുർആനാണ് ഇതിന് പരിഹാരം. ഖുർആനോദ തന്നെ. അൽ ഐനു ഹഖുൻ, അൽ ഐനു ഹഖുൻ, കണ്ണേർ വളരെ സത്യമാണ്. സ്വഹീഹ് മുസ്ലിം. വലൗ കാന ശൈഉൻ സബഖൽ ഖദ്റ സബഖതുൽ ഐനു, ഖദറിനെ വരെ മറിച്ചിടാൻ ഒരാൾക്ക് കഴിയുമെങ്കിൽ അത് കണ്ണേറിന് കഴിയുമെന്ന് സ്വഹീഹ് മുസ്ലിം. ഖാല റസൂലുള്ളാഹി. എന്താ പറഞ്ഞത് മറക്കണ്ട. എന്താ ഞാൻ അവസാനം പറഞ്ഞത്? വലൗ കാന ശൈഉൻ സബഖൽ ഖദ്റ, ഖദറിനെ തോൽപ്പിക്കാൻ ഒരാൾക്ക് കഴിയുമെങ്കിൽ സബഖതുൽ ഐനു, അത് കണ്ണേറിനാണ് കഴിയുക എന്ന് സ്വഹീഹ് മുസ്ലിം. സ്വഹീഹ് മുസ്ലിം. ഇനി ഇവിടെ 4 കോഴിക്കോട്ടേര് അതില്ല എന്ന് പറഞ്ഞാൽ അതില്ലാതെയാവുക? എന്താ പറയുന്നത്? കണ്ണേറിന് ചികിത്സക്ക് വേണ്ടി എത്ര മരുന്നുകളായി ഇതിൽ പറയുന്നറിയോ? ഒരുപാട് ഇലന്ത മരത്തം എടുക്കുക, എന്നിട്ട് അത് കുത്തിപ്പൊട്ടിക്ക, എന്നിട്ട് ചെയ്യുക, എന്നിട്ട് ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട്. കണ്ണേറൊക്കെ വാസ്തവമാണ്. ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ് വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റേഷൻ വാങ്ങാൻ വേണ്ടി മക്കളെ പറഞ്ഞയച്ചപ്പോ മക്കളോട് പറഞ്ഞു, മക്കളെ നിങ്ങളെല്ലാരും കൂടെ ഒരു വാതിൽക്ക് കൂടെ കയറരുത്, എല്ലാം കൂടെ. ഒരു വാപ്പാന്റെ മക്കളും ഒക്കെ നല്ല ഒന്ന് സഹകരിക്ക്, നല്ല തടി തൂക്കം, നല്ല മൗസൂഫീന കാനോ മൗസൂഫീന ബിൽ ജമാലി വൽ കമാലി വഅബ്നാഇ റജുലിൻ വാഹിദ്. ബിൽ ജമാലി വൽ കമാലി വഅബ്നാഇ റജുലിൻ വാഹിദ്. ഒരു വാപ്പാന്റെ മക്കൾ ഒന്നും മോശമല്ല. മൗസൂഫീന ബിൽ ജമാൽ, നല്ല സുന്ദരന്മാർ. അവരെ ബാക്കിയല്ലേ ലോകം കണ്ട സുന്ദരൻ? ആര്? യൂസുഫ് നബി. അല്ല, ഒരു മകൻ മാത്രം ലോകസുന്ദരൻ, ബാക്കിയൊക്കെ മോശമാവില്ലല്ലോ. മനസ്സിലാവണില്ലേ പറഞ്ഞത്? മൗസൂഫീന ബിൽ ജമാലി, വലിയ സുന്ദരന്മാർ. വൽ കമാലി, സൗന്ദര്യം മാത്രമല്ല, വൽ കമാൽ, നല്ല ഒത്ത മനുഷ്യന്മാർ, നല്ല ആകാശവും ഭംഗി. അബ്നാഇ റജുലിൻ വാഹിദ്, ഒറ്റ വാപ്പാന്റെ മക്കൾ ഒന്നും ഒരു മോശമല്ല. അപ്പൊ വാപ്പ റേഷൻ വാങ്ങാൻ വേണ്ടി പറഞ്ഞേച്ചപ്പോ പറഞ്ഞു, ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദിൻ, കൊട്ടാരത്തിലേക്ക് നിങ്ങൾ ഒരു വാതിൽ കൂടെ കയറിയാൽ ആളുകൾ പറയും, മനസ്സിലായില്ല നിങ്ങൾക്ക്? അല്ല, അങ്ങനെ ഉണ്ടല്ലോ. എന്ത് ഒരു വലിയ നിങ്ങൾ എന്താ നിങ്ങൾക്ക് അറിയാത്ത പോലെ ഉണ്ടല്ലോ ഇരുത്തം. എന്താ ക്ലാസ് ആയതുകൊണ്ട് വലിക്കണ്ടെന്നുണ്ടോ? നിങ്ങൾ ഇതൊക്കെ വലിക്കുമല്ലോ മനുഷ്യന്. അജബൻ, അത് അത്ഭുതം.
ഇവിടെ തഫ്സീറുൽ കബീറിൽ റാസി ഇമാം പറയുന്നുണ്ട് ലിഅന്നഹു അമറഹും, ഇത് മഹാനായ ഇമാം യഅഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ഇത് അവരെയും നബിയുള്ളാഹി യഅഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാം മക്കളോട് ഇങ്ങനെ പറയാൻ കാരണം ലിഅന്നഹു മിനൽ ഖാഫ മിനൽ ഐനി അലൈഹിം, അവർക്ക് കണ്ണേറ് പറ്റിയാലോ എന്ന് യാക്കൂബ് നബിക്ക് പേടിയായിട്ടാണ്. ഇന്നഹു ഖാഫ, യാക്കൂബ് നബി പേടിച്ചു പോയി. മിനൽ ഐനി അലൈഹിം, എന്റെ കുട്ടികൾക്ക് കണ്ണേറ് പറ്റണ്ട. ഒരു മകനോ പോയി, കൂട്ടത്തിലെ നല്ലൊരു മകൻ പോയി, ഇനി ബാക്കിയുള്ളവൻ കൂടി കണ്ണേറുകൊണ്ട് ആശാകണ്ടാന്ന് വിചാരിച്ചു. ഒരിക്കൽ സ്വഹാബികളെ കൂട്ടത്തിൽ ആമിർ ബിൻ റബിയ എന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹം യാത്രക്കിടയിൽ തടാകത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സഹൽ ബിൻ ഹനീഫ് എന്ന സ്വഹാബിയുടെ അരികിലൂടെ നടന്നുപോയി. സഹൽ ബിൻ ഹനീഫ് കുളിക്കാൻ ഇറങ്ങി. ഒരു യാത്രയിൽ റസൂലുള്ളാഹിയുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ കൂടെ അല്ലേ? കുളിക്കാണ്. സഹൽ വെള്ളത്തടാൻ കണ്ടപ്പോൾ കുളിക്കാൻ വേണ്ടി എല്ലാവരും നിർത്തി കുളിക്കാൻ സഹൽ ഇറങ്ങി. നല്ല ചൊറുക്കുള്ള മനുഷ്യനായിരുന്നു സഹൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ആമിർ, അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ ആമിർ റളിയല്ലാഹു അൻഹു അരികിലൂടെ അങ്ങനെ ചെന്നു. ഫഖാല അറ ലം അറകൽ യൗം, ഇന്നത്തെ പോലത്തെ ഒരു അത്ഭുതം ഞാൻ കണ്ടിട്ടില്ല. വലാ ജിൽദ മുഖബ്ബഅ, പ്രൈവറ്റ് റൂമിൽ വാതിലടച്ചിരിക്കുന്ന പെണ്ണിന് പോലും ഇത്ര നല്ല ഭംഗിയുള്ള പുറമുണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞു. മനസ്സിലായില്ല? ഞാൻ ഈ പുറം ഭാഗം നിങ്ങൾ മനസ്സിലാക്കണില്ലേ? ഈ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ എന്ത് കണ്ടു? പുറം ഭാഗം അങ്ങനെ കണ്ടു. എന്തൊരു പെണ്ണിനെക്കാളും വലിയ ഭംഗിയുള്ള പുറം ഭാഗമാണല്ലോ നിൻ്റെത്, എന്തൊരു സൗന്ദര്യമാണ് എന്ന് പറയുന്നതോടുകൂടെ വീണുപോയി. ഇപ്പൊ വീണുപോയി. റസൂലുള്ളാഹിയുടെ യാത്ര ഇത് നസായി ഇബ്നു മാജ ഒക്കെ രേഖപ്പെടുത്തിയതാണ്, ഇന്റെ വകയല്ല. ഇബ്നു മാജ നസായി സിഹാഹ് സിത്തയിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പറഞ്ഞോട്ട് വീണു. അപ്പോഴത്തിന് ആളുകൾ നേരെ അദ്ദേഹത്തെ താങ്ങി പിടിച്ച് റസൂലുള്ളാഹിന്റെ അരികിലേക്ക് കൊണ്ടുവന്നു. നബിയെ, ഉദരിക സഹലുൻ സരിയാൻ, ബോധം കെട്ട് കിടക്കണത് ഞങ്ങൾ കണ്ടു, വാങ്ങി കൊണ്ടുവന്നതാണ്. ഫഖാൽ, അപ്പോൾ ആളുകൾ ചോദിച്ചു, മൻ തത്തഹിമൂൻ, ആരെ നിങ്ങൾക്ക് സംശയം? ആരാ ബോധം കെടുത്തിയത്? ആരെ നിങ്ങൾക്ക് സംശയം എന്ന് മനസ്സിലായി. മൻ തത്തഹിമൂന, ആരെ നിങ്ങൾക്ക് സംശയം? ഖാലു ആമിർ ബിൻ റബിയ, ആമിറായിരുന്നു കൂടെ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ആമിറിനെയാണ് സംശയം എന്ന് പറഞ്ഞു. ഖാല, ഹബീബ് റസൂലുള്ളാഹി പറഞ്ഞു, അലാമ യഖ്തുലു അഹദുകും അഖാ, എന്തടിസ്ഥാനത്തിലാണ് ഇവർ ഓരോരുത്തരും കൂട്ടുകാരെ കൊല്ലാൻ നോക്കുന്നത്? വേഗം കൊണ്ടുവരൂ, അവനെ വേഗം കൊണ്ടുവരൂ, ആമിറിനെ വേഗം കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. ഇദാ റആ അഹദുകും മിൻ അഖീഹി മാ യുഅജിബുഹു ഫൽയദ്ഉ ലഹു ബിൽ ബറക, നിങ്ങളെ കൂട്ടുകാരിൽ നിന്ന് അത്ഭുതപ്പെടുന്ന ഒരു കാര്യം ആരെങ്കിലും കണ്ടാൽ ബറക്കത്തിന് ദുആ ചെയ്യുകയാണ് വേണ്ടത്. ഒരു റിവായത്തിൽ കാണാം ഫൽയഖുൽ മാഷാ അല്ലാഹ്. അറബികൾക്ക് അങ്ങനെ ഒരു പതിവുണ്ട്, അതൊന്നും നിലനിൽക്കുന്ന സംഭവമാണ്. ഇല്ലേ? ഒന്ന് സഹകരിക്കില്ലേ? അറബികൾ വളരെ ഉഷാറ. ഏതൊരു അത്ഭുതപ്പെടുന്ന കാര്യം കാണുന്നത് എന്ത് പറയും? മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. നമ്മളെ പോലെ അങ്ങനെ വലിക്കണ സ്വഭാവം അറബികൾക്കില്ല. അറബികൾ ഒരുപാട് നാട്ടുള്ളവരാ. അറബികൾ വളരെ ഉഷാറാണ്. അറബികൾ പലതുകൊണ്ട് ഉഷാറാണ്. വേറെ ചില മോശങ്ങളൊക്കെ ഉണ്ടാവാം, എങ്കിലും വളരെ മഹത്വമുള്ള ആളുകളാണ്. പല കാര്യങ്ങളും ഗുണമുള്ളവരാ. എപ്പോഴെങ്കിലും ഒരു കാര്യം മറന്നാൽ ഉടനെ പറയും സ്വല്ലി അലൻ നബി, സലാത്തിൽ. കാരണം റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞാൽ ശൈത്താൻ പോകുന്നതാണ് അവരുടെ വിശ്വാസം. അതാണ് അതിന്റെ അസ്ല, അതാണത്. ഒരു കാര്യം മറന്ന ഉടനെ പറയും സ്വല്ലി അലൻ നബി, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. ഒരു കാര്യം മറന്ന ഉടനെ പറയും സ്വല്ലി അലൻ നബി. ഇല്ലേ ഇത് കേട്ടവരുണ്ടെങ്കിൽ ഒന്ന് കൈ നോക്കി. ഇത് കേട്ടവരുണ്ടെങ്കിൽ കൈ പൊക്കാനല്ലേ ഉള്ളൂ, എത്ര ഉള്ളത്. അത് തന്നെ. ഇതൊന്നും ഞാൻ തമാശ പറയല്ല, അവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. മറ്റു പല അങ്ങനെയാണ്. ഒരിക്കൽ രണ്ട് അറബികൾ കാറ് നിർത്തിയിട്ട് തല്ലാനൊരുങ്ങുന്നത് ഞാൻ കണ്ടു. തല്ലതിന് മുമ്പ് എന്ത് പറഞ്ഞു? അസ്സലാമു അലൈക്കും. മനസ്സിലായില്ല? അല്ല, സലാം പറഞ്ഞിട്ട് പിന്നെ ആ തല്ല്. ആദ്യം എന്ത് ചെയ്യും നിങ്ങൾക്ക് മനസ്സിലായി? അസ്സലാമു അലൈക്കും കൈഫൽ ഹാൽ എന്ന് പറഞ്ഞിട്ട് അടിക്കുള്ളൂ. നിങ്ങൾ ചിന്തിക്കുക, അവരും മഹത്വമുള്ളവർ തന്നെയാണ്. ഇതിലൊക്കെ ഭയങ്കര മഹത്വമാണ്. നമ്മൾ സ്വന്തം ഭാര്യക്ക് പറയില്ല, വാപ്പാക്ക് പറയില്ല. അവർ തല്ലാൻ ഒരുങ്ങുകയാണെങ്കിൽ തന്നെ അസ്സലാമു അലൈക്കും കൈഫൽ ഹാൽ എന്ന് പറഞ്ഞിട്ട് അടിണ്ടാവും. അതിലൊക്കെ വളരെ ഉഷാറാണ് അവർ. തമാശല്ല. ഞാനൊരിക്കൽ ഒരു വാപ്പ മകനെ അടിക്കണത് കണ്ടു. വാപ്പ മകനെ അടിക്കുക, എന്തോ വേണ്ടാത്ത വാടി എടുത്തിട്ട് കാറിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് മകനെ അടിക്കാൻ ഒരുങ്ങിയപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് അടിച്ചത് ഞാൻ കണ്ടു. സലാം പറഞ്ഞു, മകന് സലാം പറഞ്ഞിട്ട് അടിച്ചു. ഞാൻ കണ്ടത് പറയാ. ബാപ്പ മകന് സലാം പറഞ്ഞിട്ട് അടിച്ചു, ഞാനിത് കണ്ടത് പറയാ. അതിൽ ഭയങ്കര ഉഷാറാണ് അവർ. കാരണം അല്ലാഹ് അതൊക്കെ ദീനിയായ സംഗതിയാണ്. അവയെ പറഞ്ഞുകൊണ്ടുവരുന്നത് ഒരു മോശപ്പെട്ട ഒരാളെ അത്ഭുതപ്പെട്ട കാര്യം കാണുകയാണെങ്കിൽ വലിക്കല്ല വേണ്ട, വേഗം
മാഷാ അല്ലാഹ്, ഒരാളെ കച്ചവടം കടയിൽ നല്ല കച്ചവടം, അങ്ങനെ വലിക്കണ്ട, എന്ത് പറയാ, മാഷാ അല്ലാഹ്, അപ്പോൾ അള്ളാഹു നിനക്കും തരും, എല്ലാവരും നിന്റെ കാര്യം ഉഷാറാട്ടെ, അങ്ങനെ തന്നെ വേണ്ട എന്ന് പറയണം. അതൊക്കെ മോമിനീങ്ങളുടെ സ്വഭാവമാണ്. എന്നിട്ട് ഹബീബ റസൂലുള്ളാഹി അമറ ആമിറൻ, ആമിറാണല്ലോ ഇത് ചെയ്തത്, ഈ വാക്ക് പറഞ്ഞത് ആമിറാണല്ലോ, ആമിറിനെ വിളിച്ച് ആമിറിനോട് പറഞ്ഞു ഒന്നുവെടുക്കാൻ പറഞ്ഞു, ഫയഗ്സില വജ്ഹഹു, മുഖം കഴുകാൻ പറഞ്ഞു, വയദൈഹി, കയ്യിനെയും, ഇലൽ മിർഫഖൈനി വറുക്ബതൈഹി വദാഖില ഇസാരിഹി, തന്റെ തുണിയുടെ ഉള്ള് അതൊന്ന്, തന്റെ വസ്ത്രത്തിന്റെ ഉൾഭാഗം ഒന്ന് കഴുകാൻ പറഞ്ഞു. വഅമറ അൻ യസുബ്ബ അലൈഹി, പ്രധാനപ്പെട്ട സുന്നത്താണ്. ആരെങ്കിലും ഒരാളിന്റെ കണ്ണേർ പറ്റിയാൽ അയാളുടെ മുഖം കഴുകിയിട്ട് മറ്റയാളെ മേൽ തെളിക്കണം, സുന്നത്താണ്. മനസ്സിലാവണില്ല? റസൂലുള്ളാഹിന്റെ കൽപ്പന എൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കേണ്ട ഒരുപാട് രൂപായത്തിലുണ്ട്. ഒരാളെ കൊണ്ട് ഒരാൾക്കൊരു കണ്ണീർ പറ്റിയിട്ട് ഇന്ന ആളെ കൊണ്ടാണ് പറ്റിയത് എന്ന് ബോധ്യപ്പെട്ടാൽ സുന്നത്താണ്. ആ ആളുടെ ഒന്ന് സഹകരിക്കും മനുഷ്യന്മാര്. അല്ല ആരിൽ നിന്നാണോ കണ്ണീർ പറ്റിയത് അയാളുടെ മുഖമൊക്കെ ഒന്ന് കഴുകുക, ഉളു ചെയ്യാൻ കഴിഞ്ഞ് ഉളു ചെയ്യുക, എന്നിട്ട് ആ വെള്ളം മറ്റേ ആളെ മേൽ തെളിക്കൽ സുന്നത്താണ്. ഒരുപാട് സ്ഥലത്തിലുണ്ട് ഇതിലൊക്കെ ഈ സംഭവങ്ങളുണ്ട്. ഞാൻ മുഴുവൻ പറയാൻ നേരമില്ലാത്തതുകൊണ്ട് സമയം പറ്റ കഴിഞ്ഞു. അപ്പൊ ചുരുക്കത്തിൽ ഇതൊന്നും നിഷേധിക്കണ്ട. കണ്ണേറ് വളരെ അപകടകരമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, ഇന്നൽ ഐന ല തുദ്ഖിലുർ റജുല അൽ ഖബറ വൽ ജമല അൽ ഖിദറ. ഇന്നൽ ഐന നോക്കണം, നല്ല രസമുള്ള വാക്ക്. ഹബീബായ നബി പറഞ്ഞു, ഇന്നൽ ഐന, കണ്ണേറ്, ല തുദ്ഖിലുർ റജുല അൽ ഖബറ, മനുഷ്യനെ അത് ഖബറിലെത്തിക്കും, വൽ ജമല അൽ ഖിദറ, ഒട്ടകത്തെ അത് ചട്ടിയിലെത്തിക്കും. മനസ്സിലായില്ല? അങ്ങനെ പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കിയോ? ഒട്ടകത്തിനെ കണ്ണേറ് പറ്റിയാൽ പിന്നെ അർക്കല്ലാത്ത ഒരു ഒട്ടകം വല്ലാതെ ചുമന്നു പോകുന്നത് കണ്ടാൽ ഒരാള് ഒന്നാട് വലിച്ചു നോക്കുക, അത് മതിയാവും ആ ഒട്ടകത്തിന്റെ കഥ കഴിയാൻ. പിന്നെ ആ ഒട്ടകത്തിന് ഒന്നിനും കഴിയില്ല, പിന്നെ ആ ഒട്ടകത്തിനെ അർക്കേണ്ടി വരും. നോക്കെ എന്തൊരു വാക്കാണതൊക്കെ. ഇന്നൽ ഐന ലതുദ്ഖിലുർ റജുല അൽ ഖബറ വൽ ജമല അൽ ഖിദറ, മനുഷ്യനെ അത് ഖബറിലെത്തിക്കുന്നതാണ്, ഒട്ടകത്തെ അത് ചട്ടിയിലെത്തിക്കുന്നതാകുന്നു എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണം. അപ്പൊ ചുരുക്കത്തിൽ ഇതൊക്കെ ഖുർആനാണ് ഇവിടെ ചികിത്സക്ക് വരുന്നത്. ഖുർആനിന്റെ ചികിത്സയാ, അഥവാ ദീനിന്റെ ചികിത്സയാ. ഉദു പറഞ്ഞാലും ദീനിന്റെ ചികിത്സയാണ്. ഉദു ആണല്ലോ ഇവിടെ പറഞ്ഞത്, എന്നാലും ദീനാണ് ചികിത്സ. അല്ലാതെ മോശപ്പെട്ടടത്തേക്ക് പായുക എന്നത് ചികിത്സയല്ല. വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. അല്ലാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങൾ അതാരും നിരാകരിക്കുകയും വേണ്ട. അത് വളരെ അടിസ്ഥാനപരമായ യാഥാർത്ഥ്യമാണ്. ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ എന്ന് ഖുർആൻ പറഞ്ഞു. ഒന്ന് ഖുർആൻ പറഞ്ഞു. മറ്റൊരു കാര്യമാണ് ശ്രദ്ധിക്കുക, പിഞ്ഞാണത്തിൽ ഖുർആൻ എഴുതിയിട്ട് കുട്ടിക്കുക വളരെ അസുള്ള സമ്പ്രദായമാവുന്നു. സ്വഹാബികളിൽ രണ്ടാളാണ് ഇത് കൂടുതൽ ചെയ്തിരുന്നത്. ഒന്ന് ആയിഷ ബീവിയും ഒന്ന് അലി ഇബ്നു അബി ത്വാലിബും. ഇത് രണ്ടും ഇബ്നു തൈമിയ്യ വരെ തന്റെ ഫത്താവയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇബ്നു തൈമിയ്യ വരെ ഇത് ഫത്താവയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫത്താവന്റെ കയ്യിലുണ്ട്, ആവശ്യക്കാർക്ക് ഞാൻ കൊടുക്കുന്നതാണ്, എന്റെ കയ്യിലുണ്ട്. ഇബ്നു തൈമിയ്യ വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തമാശയല്ല. അതൊക്കെ എടുത്തു പോയത് ആ സമുദായത്തിന്റെ തകർച്ചക്ക് കാരണം. നമുക്ക് മിംസ് ഉണ്ട്, കിംസ് ഉണ്ട്, ബേബി ഉണ്ട്, മെഡിക്കൽ കോളേജിന്റെ ഒക്കെ ശരിയാ. പക്ഷെ ദീനിന്റെ ചികിത്സ ഉണ്ട്. അതെന്തിനാണ് ശരിക്കേണ്ട ആവശ്യം? എത്ര പെണ്ണുങ്ങൾ ഇങ്ങനെ പ്രസവിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ. ഇന്നിപ്പോ ആകെ എന്തേ ഉള്ളൂ. ഇവിടെ ആരെങ്കിലും ഓപ്പറേഷൻ ചെയ്തിരുന്നോ? കോടിക്കണക്കായ മനുഷ്യരെ വയറ്റുന്നു പോകുന്നതൊക്കെ ഒന്ന് സഹകരിക്കും മനുഷ്യന്മാരെ. കോടിക്കണക്കായ മനുഷ്യര് ഈ ഭൂമിയിൽ പ്രസവിക്കപ്പെട്ടത് ഓപ്പറേഷൻ എന്ന വാക്ക് അറിയാതെയാ. അല്ലേ ഇന്ന് പ്രസവിക്കുന്നതിൽ 50% അല്ലേ ഒന്ന് സഹകരിക്കും. അല്ലേ അറവിന്റെ ആശുപത്രി കൂടിയാൽ അറവൊന്നും പോരാ, അതിനൊക്കെ കൂടുതൽ നന്മ. ഖുർആൻ കൊണ്ടുള്ള ചികിത്സയൊക്കെ വലിച്ചെറിഞ്ഞു. നിങ്ങൾ ചിന്തിക്കുക, ഇത് ഞാൻ തമാശ പറയല്ല. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ചിന്തിക്കണം. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എത്രയോ പിഞ്ഞാണ് എഴുതിയ സംഭവങ്ങൾ. പിഞ്ഞാണം അതിനെന്താണെന്ന് അറിയാം, നല്ല തളികയല്ല, നല്ല നളീഫായ പിഞ്ഞാണം എടുക്കുക.
എന്നിട്ട് അഫ്ളൽ കുങ്കുമം കൊണ്ട് എഴുതലാണ് ഏറ്റവും അഫ്ളലായ കാര്യം. അങ്ങനെയാ. അല്ലെങ്കിൽ ത്വാഹിറായ മഷി കൊണ്ട് എഴുതാവുന്നതാണ്. പക്ഷേ എല്ലാം ത്വാഹിറായിരിക്കണം. നമ്മൾ ഇന്നത്തെ മഷിയെക്കുറിച്ചൊക്കെ പൂർണ്ണമായ ബോധ്യമുണ്ടോ? മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത്. ത്വാഹിറാകണം, അപ്പോഴേ ഇതിൻ്റെ ഗുണമുണ്ടാവുള്ളൂ. പഴയ കാലത്ത് അറബി മഷീൻ അങ്ങനത്തെ അങ്ങനെ അല്ലേ, എന്താ പറയുക, അറബിക്ക് അല്ലേ അങ്ങനെ പറഞ്ഞിരുന്നു. അതിന് മാത്രം മഷി, അതിനു വേണ്ടി മാത്രം മഷി, അതിനുവേണ്ടി മാത്രം കലമ്, ചില പ്രത്യേകമായ കലം. ആ കലമിൽ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ എഴുതായി. അതിന് ചില ആളുകൾക്ക് എഴുതി അവർക്ക് തമ്പായ മൊല്ലാക്കാരുണ്ടായിരുന്നു, കുറേ നല്ല നല്ല സാലിഹ്യങ്ങൾ. മൊല്ലാക്കാനെ കുറ്റം പറയണ്ട, സ്വർഗത്തിൽ ആദ്യം കിടക്കൽ ഒക്കെ പറഞ്ഞാൽ പോസ്റ്റ് വേറെയാണ്. നമ്മളെടുത്ത് നിന്നൊക്കെ കാര്യങ്ങൾ ആദ്യം സ്വർഗത്തിൽ കിടക്കൽ ബാങ്ക് കൊടുക്കുന്ന മുക്രിമാരാ. ഈ മുക്രിമാരായിരുന്നു ഒരു കാലത്ത് അറിവ് നടത്തിയിരുന്നത്. ആ മുക്രിമാരായിരുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നത്. നിങ്ങൾ തുറന്ന് പറയും, ഇല്ലേ നേരം വൈകണമെങ്കിൽ വൈകിക്കോട്ടെ, നിങ്ങൾക്ക് വല്ല നഷ്ടമുണ്ടോ? നിങ്ങൾ പറയണ മനസ്സിലാവുന്നുണ്ടോ പറയണത്? നിങ്ങൾ കാര്യത്തിലേക്ക് അടുത്ത് വരും. ഈ മുക്രിമാരല്ലേ ഇതൊക്കെ ഇവിടെ ചെയ്തിരുന്നത്? എല്ലാ അറവ് മുഴുവൻ നടത്തിയിരുന്നത് എന്തേ മുക്രിമാരെ കൊണ്ട് അർപ്പിച്ചു? എന്തേ? ഒന്ന് നിസ്കരിക്കും. രണ്ടാമത്തെ പ്രത്യേകത എന്താ? ഇന്നൽ മുഅദ്ദിനീന അത്വലുൻ നാസി അനാഖൻ യൗമൽ ഖിയാമ. അന്ത്യനാളിൽ തല ഉയർത്തിയ അഭിമാനത്തോടെ നിൽക്കുന്ന വർഗം പള്ളി മുക്രിമാരാണ്. ഖലസുല്ലാഹി. എല്ലാരും തല താഴ്ത്തി നിൽക്കുമ്പോ പള്ളി മുക്രിമാർ എന്തുകൊണ്ട്? അവരാണ് 5 തവണയായിട്ട് എല്ലാരും ഉറങ്ങിക്കിടന്നപ്പോൾ പോലും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് അസ്സലാത്തു ഖൈറും മിനൻ നൗം. നന്മയിലേക്ക് വരൂ, നമസ്കാരത്തിലേക്ക് വരൂ എന്ന് 5 വക്കത്തെ വിളിച്ചു പറഞ്ഞ് ആത്മാർത്ഥമായി തൊഴിൽ ചെയ്ത മുക്രിമാർ, പിരിച്ചുവിട്ടാലും പോകാത്ത മുക്രിമാർ എത്രയുണ്ട്. ശമ്പളം വേണ്ട, പള്ളിയിൽ നിന്ന് മരിക്കണം എന്ന് കരുതി മുക്രിമാരെ എനിക്കറിയാം. ശമ്പളം വേണ്ട, നാട്ടുകാര് ആ മനുഷ്യൻ മരിക്കാനെങ്കിലും വീട്ടിൽ പോയിക്കോട്ടെ എന്നിട്ട് ശമ്പളം വേണ്ട, വീട്ടിൽ പോകൂല. ഇന്ന് കേരളത്തിലുണ്ട്, ഇന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ മഴ പെയ്യണത് നമ്മളെ കൊണ്ടാണ്? അല്ല, അവരെ കൊണ്ടാണ്. അത്രയും സാലിഹ്യങ്ങളെ കൊണ്ടാണ്. അല്ലാഹു തആല അവരൊക്കെ, നമ്മളൊക്കെ വലിയ വിവരസ്ഥലന്മാരാൻ ധരിക്കുന്നു, അവർക്കൊരു വിവരമില്ല എന്ന് നമ്മൾ ധരിക്കുന്നു. പക്ഷെ അള്ളാഹിന്റെ അടുക്കൽ നമ്മളെക്കാൾ ഉഷാർ അവരാണ്. അല്ലാഹു തആല അവരെ നമ്മളെയൊക്കെ ഹബീബായ നബിയിലേക്ക് ചേർക്കട്ടെ. ആത്മാർത്ഥമായി പള്ളിയിൽ ബാങ്ക് കൊടുത്തിരുന്ന മുക്രിമാർ അവരാണ് അത്വലുൻ നാസി അനാഖൻ യൗമൽ ഖിയാമ. അവരെ നേതാവിനെ ഉമർ ഇബ്നുൽ ഖത്താബ് പോലും വിളിച്ചിരുന്നത് യാ സയ്യിദി യാ ബിലാൽ എന്നാണ്. പറഞ്ഞത് ഇസ്ലാമിന്റെ രണശൂരനായ ഉമർ ഇബ്നുൽ ഖത്താബ് പോലും ബിലാലിനെ വിളിച്ചിരുന്നത് റളിയല്ലാഹു അൻഹു യാ സയ്യിദി യാ ബിലാൽ, യാ സയ്യിദി യാ ബിലാൽ, യാ സയ്യിദി യാ സയ്യിദി എന്നായിരുന്നു ആരെ വിളിച്ചിരുന്നത്? ബിലാൽ തങ്ങളെ വിളിച്ചിരുന്നത് റളിയല്ലാഹു അൻഹു. ആര് പോലും ഉമർ ഇബ്നുൽ ഖത്താബ്. ഒരു ഹദീസ് കൂടി പറയാ, തിൽക ലുഹൂമുൻ ഹറമഹല്ലാഹു അലന്നാരി ലുഹൂമൽ മുഅദ്ദിനീൻ. ബാങ്ക് കൊടുക്കുന്നവരുടെ തടിയിൽ തൊടരുത് എന്ന് അല്ലാഹു നരകത്തോട് കൽപ്പിച്ചിരിക്കുന്നു. ഖാല റസൂലുള്ളാഹി, ബാങ്ക് കൊടുക്കുന്നവരുടെ ഇറച്ചി തൊട്ടു പോകരുത്. ആത്മാർത്ഥമായി പള്ളിയിൽ ബാങ്ക് കൊടുക്കൽ ജോലിയാക്കിയ ആളുകൾ അവരതിൻ്റെ പേര് ശമ്പളമൊക്കെ വാങ്ങിയിട്ടുണ്ടാകാം, അതല്ലാതെ ജീവിക്കണ്ടേ അവർക്ക്. പക്ഷെ അവർ സേവനം ആത്മാർത്ഥമായിരുന്നുവെങ്കിൽ അവരെ തടി തൊടരുതെന്ന് എന്ന് അല്ലാഹു തആല ഇല്ലേ. എത്രയോ പള്ളിയിൽ ബാങ്ക് കൊടുത്ത മുക്രിമാരെ മക്കളുണ്ടാവുമല്ലോ ഈ കൂട്ടത്തിൽ, അവർക്ക് അവരുടെ ഒരു ഗുണമുണ്ടാവും. അത് ബാങ്ക് കൊടുത്ത വാപ്പാൻ്റെ മക്കൾക്ക് എത്രയോ ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ മാറ്റമുണ്ട്. ഇപ്പം ഈ മുക്രിമാരെ മക്കളൊക്കെ പിന്നീട് വലിയ വലിയ ധനാഢ്യന്മാരായിട്ട് ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. അതെ, അത് നല്ല വാക്ക്, നല്ല വാക്ക്, നല്ല വാക്ക്, നല്ല വാക്ക്, നല്ല വാക്ക്, നല്ല വാക്കാണ് ആ പറഞ്ഞത്, നല്ല വാക്കാണ്. ഇന്നലെ ഇവിടെ വന്നു പോയ ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ശ്രദ്ധേയനായ പണ്ഡിതനാണല്ലോ പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ. അദ്ദേഹത്തിൻ്റെ ഉപ്പ ബാങ്ക് മരണപ്പെട്ടു പോയോ? മരണപ്പെട്ടോ? മരിക്കുന്നവരെ പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ നമുക്ക് വരും. അങ്ങനെ യശസ് എഴുസത്ത് നോക്കിയെന്നാൽ യശസ് എഴുസത്ത് തന്നെ. ഇന്നലെ ഇവിടെ കയറി വന്ന ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന പണ്ഡിതന്മാരിൽ ഒരാളാണല്ലോ. ഉറപ്പന്നല്ലേ കാര്യം. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പണ്ഡിതനാണല്ലോ. ആ മനുഷ്യൻ്റെ ഉപ്പ മരണം വരെ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ആളായിരുന്നു. അങ്ങനെ അല്ലാഹു തആല മഗ്ഫിറത്ത് ചെയ്യട്ടെ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, അല്ലാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. അപ്പൊ ചുരുക്കത്തിൽ അവരായിരുന്നു, അവരെ കൊണ്ട് ഈ പിഞ്ഞാണൊക്കെ ഇരിക്കുന്നത് വലിയ സംഗതിയായിരുന്നു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു
അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ മകൻ പറയുകയാണ്, റഅയ്തു അബീ യക്തുബു ലിൽ മർഅതി ഇദാ അസ്റ അലൈഹാ വിലാദത്തുഹാ. പ്രഗൽഭനായ മദ്ഹബിന്റെ നേതാവല്ലേ അഹ്മദ് ബിൻ ഹംബൽ. 7 ലക്ഷം ഹദീസിൽ നിന്നാണ് ഞാൻ മുസ്നദ് ഉണ്ടാക്കിയതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 7 ലക്ഷം ഹദീസ് മനപ്പാഠം ഉണ്ടായിരുന്നു അഹ്മദ് ബിൻ ഹംബൽ. നമ്മൾ ഇതൊന്നും വേണ്ടെന്ന് പറയുന്ന 4 നമ്മളെ പോലത്തെ 7 ഹദീസ് അറിയൂല. 7 ലക്ഷം ഹദീസ് മനപ്പാഠം ഉണ്ടായിരുന്ന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന് പതിവുണ്ടായിരുന്നു, പെണ്ണുങ്ങൾ പ്രസവിക്കാൻ നേരം വൈകിയാൽ ആളുകൾ ഓടി വരും. ഇതാ അസുറ അലയ വിലാദത്വ, പെണ്ണിന് പ്രസവ നേരം വൈകിയാൽ ഓടി വരും. അപ്പോൾ ഒരു നല്ല നളീഫായ വൃത്തിയുള്ള ഒരു സാധനത്തിൽ എഴുതും, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശിൽ അലീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലൻ യതിറകും അഅമാലുകും എന്ന സൂറത്ത് മുഹമ്മദിന്റെ 35ാമത്തെ ഈ ദിക്റിന് പുറമെ സൂറത്ത് മുഹമ്മദിന്റെ 35ാമത്തെ ആയത്തും നാസിയാത്തിയുടെ 46 കഅന്നഹും യൗമ യറൗനഹാ ലം യൽബസു ഇല്ലാ അശിയതൻ ഔ ദുഹാഹാ എന്ന ആയത്തും പിഞ്ഞാണത്തിൽ, ശുദ്ധിയായ പിഞ്ഞാണത്തിൽ എഴുതി കൊടുത്തിരുന്നു അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഉടനെ പ്രസവിക്കൽ പതിവായിരുന്നു. ഇത് സാദുൽ മആദിൽ ഇബ്നു തൈമിയയുടെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിഷേധിക്കാൻ കഴിയുന്നവർക്ക് മുന്നോട്ട് വരാവുന്നതാണ്. എന്നെങ്കിലും ഇതൊക്കെ പറഞ്ഞ് എത്രയോ വിമർശിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാളെ പ്രസംഗം ഞാൻ കേട്ടു, എന്തിനാ മുസ്ലിംമാരെ നിങ്ങൾ ഈ കാര്യത്തിന്, ആ പെണ്ണ് ഏതായാലും ഒരു പ്രസവ വേദന ഇളകി ബുദ്ധിമുട്ടി നിൽക്കുന്ന നേരത്ത് അവന്റെ വയറും കൂടി നിങ്ങൾ കലക്കണോ? ഒരാൾ പ്രസംഗിക്കാണ്, ചോദിക്കുക. ഇത് കേട്ട ആളുകൾക്ക് തോന്നുന്നു എന്ത് ശരി തന്നെയല്ലേ, എന്തിനാ ഈ നേരത്തെ മഷി കലക്കി കൊടുക്കുന്നു. ഇതിവിടെ ചെയ്തത് അസ്ഹാബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. പിന്നെ ലോകത്തെ മുഅ്മിനീങ്ങളായ കഴിഞ്ഞ കാല തലമുറയാണ്. നിഷേധിക്കരുത്, ഒക്കെ നിഷേധിക്കാൻ എളുപ്പമാണ്, നിർമ്മാണത്തിനാണ് പണി. അതുകൊണ്ട് നിഷേധിയായി മാറരുത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വേറെയും ഒരുപാട് ഹദീസുകൾ കാണാം, ഒരുപാട്. അൽ ആയാതു അന ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവി تكتب فيه إناء نظيف ثم تأمر أن تغسل بماء نظيف. നല്ല വെള്ളം കൊണ്ട് നല്ല പാത്രത്തിൽ എഴുതുകയും എന്നിട്ടത് നല്ല വെള്ളം കൊണ്ട് അതിനെ മായ്ച്ച് കുടിക്കാൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കൽപ്പിക്കുമായിരുന്നു. ഇമാം ഖുർത്തുബി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെയും ഒരുപാട് സംഭവങ്ങൾ കാണാം, ഒരുപാട്. തുക്തബുൽ ഇംറഅത്തിൻ അസ്റത്ത് അലിയ വിലാദത്വ. അഹ്മദ് ബിൻ ഹംബൽ ബുദ്ധിമുട്ടിയായ ഒരു പെണ്ണിനെ, പ്രസവം ബുദ്ധിമുട്ടിയായ ഒരു പെണ്ണിനെ എഴുതി കൊടുത്തു. പിന്നെ മുൻദു യൗമൈൻ 2 ദിവസമായിട്ട് പ്രസവിക്കാത്ത ബുദ്ധിമുട്ടിലായിരുന്നു പെണ്ണ്. ഫഖാല ലഹു യജിബി ഇനായിൻ, ഒരു പാത്രം കൊണ്ടുവരുന്നറിയും. പിന്നെ വസ്സഅഫറാൻ, കുങ്കുമവും കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. എന്നിട്ട് വറഅയ്തുഹു യക്തുബു ബിൽ സഅഫറാൻ, സഅഫറാൻ കൊണ്ട് കുങ്കുമം കൊണ്ട് എഴുതി കൊടുക്കുന്നത് ഞാൻ കണ്ടു എന്ന് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ബിൻ അഹ്മദ് ബിൻ ഹംബൽ പറയുന്നത് ഇബ്നുൽ ഖയ്യിം തന്റെ സാദുൽ മആദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമയം വളരെ താമസിച്ചിട്ടുണ്ട് എന്നാൽ എനിക്കറിയാം. മുഅ്മിനീങ്ങളെ ചിന്തിക്കുക. ചുരുക്കത്തിൽ ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ, ദീൻ അംഗീകരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ അടിസ്ഥാനപരമായ കാര്യം ഇതൊക്കെ സ്വാലിഹീങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്നാണ്. ഇത് സ്വാലിഹീങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ തനിയെ ചെയ്യണം, അല്ലെങ്കിൽ സ്വാലിഹീങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അതല്ലാത്ത ഇന്നത്തെ രീതി, ഇന്ന് ചില ഇടത്തൊക്കെ വളർന്നു വരുന്ന രീതി വളരെ തെറ്റാണ്. അത് ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. വളർന്ന് എവിടെയും മുളച്ചു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ബീവി സംസ്കാരങ്ങൾ, എവിടെയും ബീവിമാർ. ഞാൻ നല്ല ഒരു സാലിഹത്തായ ഒരു പെണ്ണായി കൂടെ ഒരു വിരോധമല്ല. ഞാൻ എവിടെയും ബീവിമാർ. 2 ദിവസം ഏർവാടിയിൽ ആരോ കൂടെ പോയി വരിക. വയറ് തുറക്കാൻ വേണ്ടി പറഞ്ഞ കാവന്നൂരിലെ പെണ്ണ് നിങ്ങൾ ചിന്തിച്ചു നോക്കണം, എത്രയാ പൈൻ്റെ ഒരു തെറ്റ്. അതിനേക്കാൾ വലിയ കാര്യം നിസ്സംഗരായ ഒരു ഉമ്മത്തിൽ നോക്കിരുന്നു എന്നാണ്. നിസ്സംഗരായ ഒരു ഉമ്മത്തിൽ നോക്കി നിന്നത് ഏറ്റവും അപകടകരമായ സംഗതിയാണ്. എന്താ പ്രശ്നം? ചിന്തിക്കണം. ഈ പെണ്ണിന്റെ, ഈ കാവനൂർ പറയപ്പെടുന്ന പെണ്ണിന്റെ അനുജത്തിയുടെ ഭർത്താവ് ഈ പെണ്ണിനെയും കല്യാണം കഴിച്ചു. മനസ്സിലാവണില്ല. സലീം എന്ന ഒരു പൊതുവിശ്വാസിയായ ഒരുത്തൻ വന്നിട്ട് ഇതിന്റെ അനുജത്തിയെ കല്യാണം കഴിച്ചു. പിന്നെ കാവനൂർക്കാരുണ്ടാവുമല്ലോ ഇവിടെ, ഇല്ലേ? ഇവിടെ കാവനൂർക്കാരില്ലേ? ഉണ്ടാവുമല്ലോ. ഇതേറ്റവും അപകടം. ഇതിലേറ്റവും പ്രതിഷേധാർഹം ആ ഉമ്മത്തിന്റെ നിസ്സംഗതയാണ്. അത് ഭയങ്കര പ്രശ്നം. ഇത് തമ്മാടിത്തര. ഒരു പെണ്ണിനെയും ആ പെണ്ണിന്റെ ജേഷ്ഠത്തെ അനുജത്തെയും ഒരു ഭർത്താവ് ഒരുമിച്ച് കൂട്ടൽ, വിവാഹത്തിൽ ഒരുമിച്ച് കൂട്ടൽ തനി ഹറാമാണ്. ഇസ്തിഗ്ഫാർ ചെയ്യുകയോ
അല്ലെങ്കിൽ ഹലാലിനെ വാദിക്കുകയോ ചെയ്താൽ കാഫിറാവും. അല്ലാഹു കാത്ത്. പിന്നെ ബീവിയോ മനസ്സിലാവണം നിങ്ങൾക്ക്. പിന്നെ അവളെ ബീവി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യൻ നിങ്ങൾക്ക് പേടിയുണ്ടോ? കുരുത്തക്കേട് പറ്റുന്നവർ വേഗം പോയിക്കോളൂ, വേഗം പോയിക്കോളൂ. അല്ല, കുരുത്തക്കേടൊക്കെ പറ്റാൻ സാധ്യതയുണ്ട്. കുരുത്തക്കേടിനൊക്കെ പേടിയുള്ളവർ വേഗം പോയിക്കോളൂ. എന്താ മനുഷ്യന്മാരെ ഈ പറയുന്നത്? ഈ മുളച്ചു പൊങ്ങുന്ന ബീവി സംസ്കാരം, പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഏർവാടി പോയി 2 ആഴ്ച നിന്ന് വരിക, എന്നിട്ട് അവരണ്ട് ബീവി ആവുക. ഈ മുളച്ചു പൊങ്ങുന്ന ബീവി സംസ്കാരം തെറ്റാകുന്നു. ഇത് വളരെ. എന്നാൽ സ്വാലിഹത്തായ ഒരു പെണ്ണ് അത്തരമുള്ള ഒരു കറാമത്തൊക്കെ ഉണ്ടായിക്കൂടെ? ഉണ്ടാകാം. പക്ഷേ ഇതെങ്ങനെ? സ്വാലിഹത്തായ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയില്ലല്ലോ. എങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യും? അല്ലെങ്കിൽ അനുവദനീയമാക്കപ്പെടാത്ത ആളുകളുടെ കൂടെ പോവില്ല. അതെങ്ങനെ പോവും? ഒരു പെണ്ണിനെയും ആ പെണ്ണിന്റെ അനുജത്തിയെയും ഒരേ ഭർത്താവ് കല്യാണം കഴിക്കൽ ശറഈൽ ഹറാമാണ്, അത് അനുവദനീയമാണ് എന്ന് വാദിച്ചാൽ കാഫിറാൻ. അത്രയും വലിയ തെറ്റാണ്. എന്നിട്ടാണോ ബീവി എന്ന് പറയേണ്ടത്? ഈ നിസ്സംഗത ഭീമമായ അബദ്ധമായി പോയി. കഴിവുള്ളവർ, ഇവിടെ ഞാനൊരു വാക്ക് പറയട്ടെ, ആരെയും തട്ടുമെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഈ നിസ്സംഗതയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നാട്ടിലെ പണ്ഡിതന്മാരെ ഏറ്റെടുക്കേണ്ടി വരും. ഈ നിസ്സംഗതയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം പണ്ഡിതന്മാർക്കായിരിക്കും. പണ്ഡിതന്മാരിവിടെ നിസ്സംഗരാകരുത്. ഇദാ ലഹറത്തിൽ ബിദഉ വസകതൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്. അങ്ങനെയാണ് ഹബീബായ നബി പറഞ്ഞത്. ഒരു നാട്ടിൽ ചീത്ത കാര്യങ്ങൾ മുളച്ചു പൊങ്ങി പണ്ഡിതന്മാർ മിണ്ടാതിരുന്നാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്. പാവപ്പെട്ട ജനങ്ങൾക്ക് എന്താ? ഈ പാവപ്പെട്ട മനുഷ്യന്മാർ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടെന്നതിപ്പായ ധാരാണ്. ഇത് ഹറാമാണ്. അനുജത്തിയെ കല്യാണം കഴിച്ചവൻ, ഇവിടെ യഥാർത്ഥമായ ഉത്തരവാദിത്വം പണ്ഡിതന്മാർക്കാവുന്നു. പണ്ഡിതന്മാർ നിസ്സംഗരാകരുത്. പണ്ഡിതന്മാർ ഭയപ്പെട്ടു പോകരുത്. പണ്ഡിതന്മാരുടെ ഭയപ്പാട് സല്ലത്തുൽ ആലിമി വജിദാലുൽ മുനാഫിഖി മിൻ അലാമത്തിസ് സാ. മുനാഫിഖീങ്ങൾ തർക്കത്തിന് നടക്കുക, പണ്ഡിതന്മാർ പുറകോട്ട് വലിയൽ അന്ത്യനാളിന്റെ ലക്ഷണമാണ് എന്ന് മഹാനായ ഹബീബായ റസൂലുള്ളാഹി. എന്താ പറഞ്ഞത്? ജിദാലുൽ മുനാഫിഖി. വിവരമില്ലാത്തവൻ ആയത്തും ഹദീസും പറഞ്ഞിട്ട് അങ്ങാടിന്ന് തർക്കിക്കുക. അതല്ലേ ഇപ്പോൾ ഉള്ളൂ. ഏതങ്ങാടിയിലും വിലക്ക് കിട്ടും. എന്ത്? ആയത്തും ഹദീസും ഒക്കെ എല്ലാവരും പറഞ്ഞാൽ തുടങ്ങി. ആയത്തും ഹദീസും തർക്കം. എല്ലാവർക്കും നാടന്മാർക്കൊക്കെ ഇപ്പം നല്ല ആയത്തും ഹദീസും കിട്ടും, ഇഷ്ടം പോലെ. നല്ല നല്ല ചറപ്പറാന്ന് കിട്ടും. ജിദാലുൽ മുനാഫിഖ്. ഇതിനെ കുറിച്ച് മാത്രല്ല, നടപ്പിൽ വരുത്താൻ താല്പര്യമില്ലാത്തവൻ, നടപ്പിൽ വരുത്താൻ താല്പര്യമില്ല, അങ്ങനെ ചറപ്പറാന്ന് പറയും. അങ്ങനെ പറയുന്ന ആളാണ് അവൻ. അങ്ങാടിയിൽ ഇരുന്നിട്ടോ തർക്കിക്കും. അങ്ങാടിൻ്റെ ആളാണ് അവൻ. വലിയ തർക്കം തർക്കിക്കും. എന്നാ വല്ലതും ചെയ്യോ? ഒന്നും ചെയ്യൂല. ഇങ്ങനത്തെ ആളുകൾ ആയത്തോ ഹദീസോ ഓതിയിട്ട് തർക്കിക്കുക. പണ്ഡിതന്മാരോ വസല്ലത്തുൽ ആലിമീ. പണ്ഡിതന്മാർ നിസ്സംഗരാകുക. പണ്ഡിതന്മാർ നേരെ പുറകോട്ട് പോരാ. പണ്ഡിതന്മാരാവൂലെന്ന് വിചാരിക്കുക. ഇത്തരം ബീവിമാർക്കെതിരെ, എല്ലാ ബീവിമാരും മോശാന്ന് ഞാൻ പറയണില്ല. ബീവിമാർ സാലിഹത്തുകൾ ഉണ്ടല്ലോ. മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയോട് ഷാഫി ഇമാം പോലും പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചിട്ടില്ലേ? ഇല്ലാന്ന് നിങ്ങൾ 4 കോഴിക്കോട്ടേര് പറഞ്ഞല്ലോ. ചരിത്രമല്ലേ? സത്യം. ചരിത്ര സത്യല്ലേ? അത് വലിയ മഹദിയല്ലേ? താബിഇയ്യത്താണോ താബിഉത്താബിയത്താണോ എന്നേ തർക്കമുള്ളൂ. ഒരഭിപ്രായം താബിഇയ്യത്താണ്, ഒരഭിപ്രായം താബിഉത്താബിയത്താണ്. മനസ്സിലാവണില്ല നിങ്ങൾക്ക്? ഷാഫി ഇമാം താബിഉത്താബിങ്ങളുടെ ആളാണല്ലോ റളിയല്ലാഹു അൻഹു. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അവരെക്കാൾ വയസ്സുണ്ടായിരുന്നു എന്നൊരഭിപ്രായം. ഒരഭിപ്രായം താബിഉത്താബിങ്ങൾ പെട്ട ആളാണ്. അത്ര അഭിപ്രായം നിങ്ങൾ ചിന്തിക്കുക. അന്നുബീ ഗുണത്തിനോതും തെറ്റമിൻ പകരത്തെ അഹദവല്ലി കനവർക്ക് നൽകിയിടത്തെന്നുത്തേ. അങ്ങനെയാണ് നഫീസത്തുമാല. എല്ലാ ദിവസവും വന്നിട്ട് ആളുകൾ പറയും ഷാഫി ഇമാം അടികിട്ടി വീണു. അത് നമ്മൾ അടുത്ത ക്ലാസ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അടികിട്ടി വീണ കണക്ക് സംഭവമൊക്കെ നമുക്ക് മറ്റന്നാൾ പറയാം. അത് നമ്മൾ വ്യാഴാഴ്ചത്തെ ക്ലാസ്. റളിയല്ലാഹു അൻഹു രോഗിയായി മരിക്കാൻ ഒരുങ്ങാണ്. എല്ലാ ദിവസവും ശിഷ്യന്മാർ പോയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറയും. ദുആ ചെയ്യാൻ ഏൽപ്പിക്കും. ആരോട്? നഫീസത്തുൽ മിസ്രിയുടെ അടുത്ത് പോയി ദ്വാരക്കാൻ വേണ്ടി പറയണം എന്ന് പറയും. നഫീസത്തുൽ മിസ്രിയെ ദ്വാരക്കാൻ ഏൽപ്പിക്കുമായിരുന്നു. ആര്? ശിഷ്യന്മാർ വഴി ഏൽപ്പിക്കും, പറഞ്ഞേക്കും. ആരോട്? നഫീസ റളിയല്ലാഹു അൻഹയോട്. ആര് പറഞ്ഞേക്കും? ആരാ? ഷാഫി ഇമാം. 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള ആൾ. മറ്റന്നാ പറയാം. രേഖ കണക്കെട്ടനുസരിച്ച് പറയാം. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ.
ഒരു ദിവസം ചെന്നു, എല്ലാ ദിവസവും ശിഫാട്ടെ ശിഫാട്ടെ അങ്ങനെ പറയും. ഒരു ദിവസം ചെന്നപ്പോഴോ അന്ന് ബീഗുണത്തിനോടും തെട്ടമിൻ പകരത്തെ അടവൻലീ ഖാനവർക്ക് നൽകിടട്ടന്നുത്തേ. സാധാരണമായി മസ്ലഹത്തിന് വേണ്ടിയും ഷിഫാക്ക് വേണ്ടിയും ദുആ ചെയ്തിരുന്ന അവർ അന്ന് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ അഹദവൻലീ ഖാനവർക്ക് നൽകിടട്ടന്നുത്തേ, അല്ലാഹു തആലാന്റെ ഹദറത്തിൽ എത്താൻ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. അന്നാണ് ഇമാം ഷാഫി മരിച്ചിട്ടുള്ളത്. നഫീസത്തുൽ മിസ്രിയുടെ ആ പ്രാർത്ഥന അന്നാ മരിച്ചത്. ഞങ്ങളോട് പറഞ്ഞല്ലോ വഇൻദഹു മഫാത്തിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ല. ചില ആളുകൾക്കൊക്കെ അല്ലാഹു ഗൈബ് അങ്ങോട്ട് തുറന്നു കൊടുക്കും. അപ്പൊ മനസ്സിലാവും, കശ്ഫ് ഉണ്ടാവും. നമ്മക്കറിയില്ലാന്ന് എഴുതി ആർക്കും അറിയില്ലാന്ന് വിചാരിക്കരുത്. നമ്മക്കറിയില്ലാന്ന് വിചാരിച്ച് വേറുള്ളവർക്ക് അറിയില്ലാന്ന് വിചാരിക്കും. ഈ ഭൂമിയിൽ തന്നെ പലർക്കും അറിയുന്ന നമ്മളെ പോലത്തെ ഒരു അറിയുന്നില്ലല്ലോ. ചൊവ്വയിൽ ജീവന്റെ സ്പർശം ഉണ്ടോന്ന് കാൽസാക്കൻ അറിയാം, അല്ലെങ്കിൽ നമ്മളെ പ്രസിഡന്റിനെങ്കിലും അറിയാം. എനിക്കറിയില്ലല്ലോ, അവർ പറഞ്ഞാലല്ലേ അറിയുള്ളൂ. മനസ്സിലായില്ല നിങ്ങൾക്ക്? എന്താ നിങ്ങൾ എൻ്റെ കൂടെ അല്ലേ? അങ്ങനെ നമുക്ക് ഏതായാലും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായല്ലോ. ഒരു നല്ല ശാസ്ത്രചിന്തകനായ പ്രസിഡന്റിനെ കിട്ടിയില്ലേ. ചൊവ്വയിൽ ജീവന്റെ സ്പർശം ഉണ്ടോ എന്നവരൊക്കെ പഠിച്ചവരാണ്, അല്ലെങ്കിൽ പഠനം നടത്തിയവരാ. ആ വിവരം എനിക്കില്ലല്ലോ. പല കാര്യങ്ങളും അവരറിയണ, ഈ ലോകത്തെ അറിയണ പോലും എനിക്കറിയില്ലല്ലോ ഒന്നും. എന്തിന് 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 അറിയാത്തൊക്കെ നിഷേധിക്കും. മനുഷ്യന്മാരെ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ഈ കോഴിന്റെ വിവരം മനുഷ്യനില്ല. നിങ്ങൾ ഉറങ്ങുന്നുണ്ടാ? സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹുൽ ബുഖാരി ഹബീബായ നബി പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, കോഴി കൂടെ കണ്ടാ നിങ്ങളൊക്കെ ദുആ ചെയ്യണം. മനസ്സിലായില്ല? സ്വഹീഹുൽ ബുഖാരി. കൂടെ വരണം, എൻ്റെ കൂടെ വരണം, എൻ്റെ കൂടെ വരണം. ഇപ്പൊ ഞാൻ അത്ഭുതത്തിലേക്ക് ചാടാൻ പോവാ. ഹബീബായ നബി പറയാണ്, കോഴി കൂടാണ്ട കേട്ടാൽ നിങ്ങൾ ദുആ ചെയ്യണം. ലിഅന്നഹ റഅത് മലക്കൻ. സ്വഹീഹുൽ ബുഖാരി. ലിഅന്നഹ റഅത് അർത്ഥം പറയേ. ഉംറ വിസക്കാർക്ക് വരെ പറയാൻ പറ്റിയ അർത്ഥം ഇങ്ങോട്ട് പറയും. ലിഅന്നഹ എന്തുകൊണ്ടെന്നാൽ കോഴി റഅത് കണ്ടിരിക്കുന്നു, മലക്കൻ ഒരു മലക്കിനെ കണ്ടിട്ടാണ് കൂണത്. ഇദാ സമിഅതും നഹീഖൽ ഹിമാരി വൽ കൽബ്, നായ കുരക്കുന്നതോ മറ്റോ രാത്രി നിങ്ങൾ കേട്ടാൽ ഫതഅബ്ബദു മിനശ് ശൈത്വാനിർ റജീം ലിഅന്നഹു റഅ ശൈത്താനാ. കഴുതയോ നായയോ കുരക്കണ കേട്ടാൽ നിങ്ങൾ ശൈത്താനൊക്കെ വെള്ളത്തിടണോ, അത് ശൈത്താനെ കണ്ടിട്ടാണ്. നമ്മൾ ഈ നായന്റെ കാഴ്ച ഒന്ന് കൂടി തരും മനുഷ്യന്മാര്. കോഴിൻ്റെ അവിടെ നിന്ന് കൂടിയിട്ട് നായൻ്റെ അവിടെ എത്തി. മനസ്സിലായില്ല? ഈ കോഴിന്റെ കാഴ്ച നമുക്ക് ഇങ്ങോട്ട് പറയും മനുഷ്യന്മാര്. അങ്ങനെ തന്നെ മലക്കൻ, ഒരു മലക്കനെ കണ്ടിട്ടുണ്ട്. കോഴി ഇത്ര പോന്ന ആകെ അതിന്റെ തല ഒന്ന് സഹകരിക്കും മനുഷ്യന്മാരെ. അതിന്റെ തല ഇത്രല്ലേ ഉള്ളൂ. അതിന്റെ ഉള്ളിലും ആർക്കും വേണ്ടാത്ത ആ കണ്ണ് നിന്റെ കണ്ണിനേക്കാൾ ഉന്നതമാണ്. നീ ഈ ദുന്യാവൊന്ന് കലവരോട്ട് കണ്ടിട്ടുള്ള ഇങ്ങോട്ട് കാണൂല. ഈ കോഴി സാധാരണ ആരെ കാണുന്നുണ്ട്? മലക്കിനെ കാണുന്നു. വിഡ്ഢിയായ ഞാനും നീയും അള്ളാഹുവിലേക്ക് ചെറുതാവുക വേണ്ടത്. ഈ കോഴിന്റെ വിവരം പോലും നമുക്ക് ഇല്ല. എന്നിട്ട് ഈ മനുഷ്യൻ പറയാണ് ഞാനാണ് മേലെ, ഞാനാണ് മേലെ, ഞാൻ മഹാൻ, ഞാൻ മഹാൻ എന്ന് പറയാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ചിന്തിക്കാം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഇത്തരം കാര്യങ്ങൾ വളരെ ആലോചിക്കണം. പണ്ഡിതന്മാർ ഇവിടെ ഉത്തരവാദിത്തം നിർവഹിക്കണം. ഇത്തരം ആളുകൾ ഇത് ചെയ്യണമെങ്കിൽ അവർക്ക് സ്വലാഹിയത്ത് വേണം, ദീന് വേണം. ദീനില്ലാത്ത ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. അങ്ങനെയാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയുന്നത് ചില ആളുകളൊക്കെ കള്ളിയും മറ്റും വരച്ചൊക്കെയുള്ള ചികിത്സകൾ ചെയ്യുന്നുണ്ട്. ആ ചികിത്സ ചില നുബുവത്തിന്റെ ബാക്കിയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മുസ്ലിമിൽ ഒരു ഹദീസുണ്ട്. അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല കാന നബിയ്യും മിനൽ അംബിയാഇ യഖുത്തു ഖത്തൻ, വരവരച്ച് ചികിത്സിക്കുന്ന ഒരു പണ്ഡിതൻ, ഒരു നബി ഉണ്ടായിരുന്നു അലൈഹി സ്വലാത്തു വസ്സലാം. ഫമൻ വാഫഖ ഖത്തുഹു ഫദാക, ആരെങ്കിലും വര അതിനോട് യോജിച്ചാൽ അത് ശരിയായി തീരുമെന്ന് സ്വഹീഹ് മുസ്ലിം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അവിടെയും ശ്രദ്ധിക്കണം, അതങ്ങോട്ട് സനദെത്തുന്ന പ്രാമാണ്യയോഗ്യമായ മുഹദ്ദിസീങ്ങളോ ആരിഫീങ്ങളോ തീർച്ചപ്പെടുത്തിയതോ ആയ ചികിത്സകൾ മാത്രമേ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അതൊക്കെ ഞാണുമ്പൽ കളിയാണ്. വളരെ
ഈമാനുള്ള ആളുകളെ കൊണ്ടല്ലാതെ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യിക്കാൻ പാടില്ലാത്തതാണ്. അതേപോലെ തന്നെ ഒരു രക്ഷാമന്ത്രം എഴുതിക്കട്ടൽ, അതൊക്കെ ഫീഹിയ ഇസ്മുൻ ലാ യുഅറഫു മഅന, അർത്ഥം അറിയപ്പെടാത്ത വചനങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ വർജിക്കപ്പെടേണ്ടതാണ്. സ്വാലിഹീങ്ങളിൽ നിന്ന് മാത്രമേ, വളരെ മുത്തഖീങ്ങളിൽ നിന്നും സ്വാലിഹീങ്ങളിൽ നിന്നും മാത്രമേ ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തന്റെ ഫതാവൽ ഹദീസിയയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സമയം താമസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതൊക്കെ അതിപ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എല്ലാ ആളുകളും ഈ കാര്യം വളരെ പ്രധാനമായി ശ്രദ്ധിക്കണം. ഇത്തരം ചികിത്സാരികളൊക്കെ സമീപിക്കുമ്പോൾ വളരെ ഗൗരവമായി ഈ കാര്യം ചെയ്യണമെന്ന് ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും, ഇല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് മടങ്ങുക, തൗഹീദിനെ സ്വീകരിക്കുക, എല്ലാവിധ നാശങ്ങളെയും ഒഴിവാക്കുക എന്ന് പറഞ്ഞുകൊണ്ടും ഈ വിഷയത്തിൽ സ്വദേശപരമായ ഒരു പഠനം നടത്താൻ ഇത് വിമർശിക്കുന്നവർ തയ്യാറാവണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും ഷിർക്കിന്റെ എല്ലാവിധ നാശങ്ങളെ തൊട്ടും മുസ്ലിമീങ്ങൾ രക്ഷപ്പെടണമെന്ന് ഉണർത്തിക്കൊണ്ടും മുഅ്മിനീങ്ങളെ, ഒരാൾക്ക് ഒരു രോഗത്തിന് ശമനം ലഭിക്കുക എന്നത് ഒരിക്കലും ആ ചികിത്സ അനുവദനീയമാണ് എന്നതിനുള്ള മാനദണ്ഡം അല്ല എന്ന് പറഞ്ഞുകൊണ്ടും, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഹജ്ജ് ചെയ്തപ്പോൾ കുട്ടി ഉണ്ടാവാത്ത ഒരാൾ തുലാഭാരം നടത്തിയപ്പോൾ കുട്ടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്കൊരു രോഗത്തിന് ചികിത്സ ലഭിച്ചു, ശമനം ലഭിച്ചു എന്നതൊന്നും അയാൾ ചെയ്യുന്നത് നല്ലതാണ് എന്നതിന് മാനദണ്ഡമാവുകയില്ല. പകരം അയാൾ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ചികിത്സയാകണം. സ്വാലിഹീങ്ങളായ മുത്തദയ്യിനീങ്ങളായ നല്ല ആളുകളെ കൊണ്ട് മാത്രമേ ഇത്തരം ചികിത്സകൾ നടക്കാൻ പാടുള്ളൂ എന്നപേക്ഷിച്ചുകൊണ്ടും ഉറുക്കിന്റെയും മന്ത്രത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തെ ആരും നിഷേധിക്കരുതെന്നും ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടുമുള്ള അത്തരം ചികിത്സകൾ ആശാവഹവും അത് ഖുർആൻ കൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടവും ഉപകാരവുമാണ് എന്ന് ഓരോരുത്തരും ചിന്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഇതേ വിഷയത്തിൽ ഉന്നതമായ പഠനങ്ങൾക്ക് എല്ലാവരും തയ്യാറാകണമെന്നും ഈ ശാസ്ത്രശാഖ, ആ പഠനവും ചികിത്സയുമൊക്കെ ഇനിയുള്ള തലമുറയിലും നിലനിർത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണെന്നും, നമ്മൾ അമാന്തം കാണിച്ചാൽ പിഞ്ഞാണമെഴുത്തൊക്കെ ഇല്ലാതെയായി പോയല്ലോ. നിങ്ങൾ ചിന്തിക്കണം, അടുത്ത് ഇനി ഒരു 10, 25, 50 കൊല്ലം കഴിഞ്ഞ് വരുന്ന തലമുറക്ക് പിഞ്ഞാണമെഴുത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയില്ല. സത്യത്തിൽ ഖുർആൻ കൊണ്ടുള്ള വലിയൊരു ചികിത്സയായിരുന്നല്ലോ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. ഇങ്ങനെ ആത്മീയ ചികിത്സകൾ ഓരോന്നോരോന്ന് നഷ്ടപ്പെട്ടു പോവുക എന്ന് പറയുന്നത് ഒരു പക്ഷേ സമുദായത്തിലെ എല്ലാ ബറക്കത്തും ഇല്ലാതെയാകാൻ കാരണമാകുമെന്ന് ഭയപ്പെടേണ്ടതാണെന്നും, ആത്മീയ ചികിത്സ അർത്ഥത്തിലും തലത്തിലും അതിന്റെ ശുദ്ധിയിലും നിലനിർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്നും അപേക്ഷിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ്. അല്ലാഹുവേ, പറഞ്ഞതിനും കേട്ടതിനും സ്വാലിഹായ അമലാക്കി തരണമേ തമ്പുരാനെ. നാഫിയായ ഇൽമ നൽകണമേ അല്ലാഹ്. അല്ലാഹുവേ, ഇവിടെ പറഞ്ഞ ഓരോ അക്ഷരത്തിനും ഞങ്ങൾക്ക് നീ ഹസനാത്ത് വർദ്ധിപ്പിച്ചു തരണമേ തമ്പുരാൻ. ഇരട്ടി ഇരട്ടിയായി ഹസനത്ത് നൽകണമേ അല്ലാഹ്. ഇരട്ടി ഇരട്ടിയായി ഹസനത്ത് നൽകണമേ അല്ലാഹ്.